നമ്മളിന്ന് പഠിക്കുന്ന പുതിയൊരു ടോപ്പിക്കാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ പുതിയതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആസിഡ് ബേസ് കെമിസ്ട്രി. ആസിഡ് ബേസ് കെമിസ്ട്രി. ആസിഡ് ബേസ് കെമിസ്ട്രി. അപ്പോൾ നിങ്ങൾക്കറിയാം, പ്രീവിയസ് കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം തന്നെ മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ആസിഡ് ബേസ് കെമിസ്ട്രി വെച്ചിട്ടുണ്ടാവും. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിന് മാത്രമല്ല, അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു റിയാക്ഷൻ മെക്കാനിസം അല്ലെന്നുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നറിയണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മളവിടെ ആസിഡ് ബേസ് കെമിസ്ട്രിയും കൂടെ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിന്റെ മീനിങ് എന്താണെന്നുള്ളത്. അപ്പോൾ ആസിഡ് ബേസ് കെമിസ്ട്രി ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. നമുക്കറിയാം ഒരു ആസിഡ് എന്താണ്, ഒരു ബേസ് എന്താണെന്നൊക്കെ ഉള്ളത് പല കൺസെപ്റ്റ് യൂസ് ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആസിഡ് ബേസ് കെമിസ്ട്രി പഠിക്കുന്നതിന് മുന്നേ ഇത് പഠിക്കാനായിട്ട് ഏറ്റവും വേണ്ടുന്നത്, ആസിഡ് ബേസ് കെമിസ്ട്രി പഠിക്കുന്നതിന് മുന്നേ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് പഠിക്കുന്നതിന് മുന്നേ തന്നെ GOC, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? GOCയിൽ ഒന്ന് മീസോമറിക്ക, റെസൊണൻസ്, ഹൈപ്പർ കോൺജുഗേഷൻ, ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് അറിയണം. ഇതൊക്കെ നമ്മൾ GOCയിൽ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആസിഡ് ബേസ് കെമിസ്ട്രിയിൽ അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇൻഡക്റ്റീവ് എഫക്റ്റും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കറക്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോവാം. സിമ്പിളി ഞാൻ ഫസ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാനൊന്ന് എഴുതുവാണ്. ഈ ക്വസ്റ്റ്യന് ഒന്ന് ആൻസർ ചെയ്യാൻ നിങ്ങൾ അറിയണം. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്? ഒരു റിയാക്ഷൻ ആണ്. നോക്കുക, CH ട്രിപ്പിൾ ബോണ്ട് CH2 ആൻഡ് NH2. ഇത് ഇങ്ങനെ ഒരു കോമ്പൗണ്ട്. ഞാനിപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് പറഞ്ഞിട്ടില്ല, വേറെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇവിടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയെ പറ്റി ഒന്ന് പറയാം. അതിന്റെ ഇമ്പോർട്ടൻസ് ഞാനൊന്ന് പറയാം. ഇൻഡക്റ്റീവ് എഫക്റ്റ് നെക്സ്റ്റ് ഞാൻ പറയാം. സോ ഈ ഒരു കോമ്പൗണ്ട് ഞാൻ എഴുതുന്നു. ഇതിനെ ഞാൻ NaNH2 റിയാക്ട് ചെയ്യിക്കുന്നു. ദാറ്റ് ഈസ് സോഡാമൈഡ് NaNH2 റിയാക്ട് ചെയ്യിക്കുന്നു. 1 മോൾ NaNH2. ഇതൊരു ബേസ് ആണ്. ഓക്കെ, NaNH2 എന്ന് പറയുന്ന ഒരു ബേസ് ആണ്. കാര്യം എന്താ? Na പ്ലസ് ആൻഡ് NH2 മൈനസ് ആയിട്ട് ആക്ട് ചെയ്യും. NH2 മൈനസ് ആണ്. ഒരു ബേസിന്റെ ജോലി എന്താ? ഇവിടുന്ന് പ്രോട്ടോണിനെ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരു ബേസിന് പറ്റും. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എവിടെ നിന്ന് ഇത് ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും? ഈ ബേസ് വന്നിട്ട് എവിടെ നിന്ന് ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും? ഓക്കെ, ഈ ഇവിടുത്തെ ഹൈഡ്രജനെ NHലെ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യോ, അതോ ഇവിടുത്തെ CHലെ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യോ? ഏത് ഹൈഡ്രജനെ ആയിരിക്കും അബ്സ്ട്രാക്ട് ചെയ്യുന്നത്? ഓക്കെ, അതോ ഇനി Cയിലെ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും? നമുക്കറിയാം, ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് പിടിച്ച് മേടിച്ച് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ NH2വിൽ നിന്ന് ഹൈഡ്രജനെ ഇത് പിടിച്ച് മേടിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. CHൽ നിന്നും ഹൈഡ്രജനെ പിടിച്ച് മേടിച്ചു കഴിഞ്ഞാൽ കാർബണിലെ നെഗറ്റീവ് ചാർജ് വരും. ഇപ്പോൾ നൈട്രജനിലെ നെഗറ്റീവ് ചാർജ് വരുന്നതാണോ കാർബണിലെ നെഗറ്റീവ് ചാർജ് വരുന്നതാണോ മോർ സ്റ്റേബിൾ? അത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിൽ നെഗറ്റീവ് വരുന്നതാണ് മോർ സ്റ്റേബിൾ. കാർബൺ, നൈട്രജൻ, ഇതിൽ ആരാ മോർ ഇലക്ട്രോ നെഗറ്റീവ്? നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ നമ്മൾ അറിയുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ ലോജിക്ക് മനസ്സിലാക്കുക. ഏതാണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്? ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിൽ മൈനസ് വരുന്നതാണ് മോർ സ്റ്റേബിൾ. ഇവിടെ നൈട്രജനിൽ മൈനസ് വരുന്നതാണോ കാർബണിൽ മൈനസ് വരുന്നതാണോ മോർ സ്റ്റേബിൾ? ഓക്കെ, അതാണ് നമുക്ക്. സോ നൈട്രജനിൽ നെഗറ്റീവ് വരുന്നതാണോ കാർബണിൽ നെഗറ്റീവ് വരുന്നതാണോ മോർ സ്റ്റേബിൾ? നമ്മൾ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർഡർ അറിഞ്ഞു കഴിഞ്ഞാൽ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആരാണോ അതിൽ നെഗറ്റീവ് ചാർജ് വരുന്നതാണ് മോർ സ്റ്റേബിൾ. ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് ഏതാ? ഞാൻ പീരിയോഡിക് ടേബിളിലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലിന്റെ ഓർഡറാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് ഏതാ? ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർഡർ ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് ഫ്ലൂറിനാണ്. ദാറ്റ് ഈസ് അതിന്റെ വാല്യൂ 3.98 ആണ്. അതിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞാണ് ഓക്സിജൻ. അതിന്റെ വാല്യൂ 3.44 ആണ്.
അതിനേക്കാളും കുറച്ചുകൂടെ കുറവാണ് ക്ലോറിന് 3.16 ആണ്. അതിനേക്കാളും കുറച്ചുകൂടെ കുറവാണ് നൈട്രജന്. നൈട്രജന്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി 3.04 ആണ്. അതിനേക്കാളും കുറവാണ് ബ്രോമിന്. എല്ലാത്തിൻ്റെയും പഠിക്കണ്ട, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് വേണ്ടുന്നതിൻ്റെയൊക്കെ എഴുതാം. 2.96. അതിനേക്കാളും കുറവാണ് 3.16. അയഡിൻ, അയഡിൻ്റെത് 2.66 ആണ്. അതിനേക്കാളും കുറവാണ് സൾഫർ, സൾഫറിൻ്റെത് 2.58. ഓക്കെ, ഇനിയിപ്പോൾ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്തത് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിനേക്കാളും ഒക്കെ കുറവാണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വേറെ ആറ്റംസ് വേണമെങ്കിൽ വരാം. കാർബൺ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഇല്ല കേട്ടോ. കാർബണിൻ്റെത് 2.55 ആണ്. കാർബണിൻ്റെക്കാളും കുറവാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ വേറെ ആറ്റംസ് വരാം. ദാറ്റ് ഈസ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെത് 2.2 ആണ് ഇലക്ട്രോണെഗറ്റിവിറ്റി വാല്യൂ. അതിനേക്കാളും കുറവാണ് ഫോസ്ഫറസ്, 2.19 ആണ്. ഇത് ഇങ്ങനെയാണ് സാധാരണ പീരിയോഡിക് ടേബിളിലെ ഇലക്ട്രോണെഗറ്റിവിറ്റിയുടെ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എഴുതിയാൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇവിടെ എവിടെയായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്, എവിടെ നിന്നായിരിക്കും ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഹൈഡ്രജനെ ഈ NH2 മൈനസ് മേടിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് കിട്ടുന്നത് മോർ സ്റ്റേബിൾ ആണെങ്കിൽ അവിടെ നിന്നായിരിക്കും ഹൈഡ്രജനെ മേടിക്കുന്നത്. ഇവിടെ Nൽ മൈനസ് വരുന്നതാണോ Cയിൽ മൈനസ് വരുന്നതാണോ മോർ സ്റ്റേബിൾ? ഞാൻ പറഞ്ഞു മോർ ഇലക്ട്രോണെഗറ്റീവില് മൈനസ് വരുന്നതാണ് മോർ സ്റ്റേബിൾ. നൈട്രജൻ ആണോ കാർബൺ ആണോ മോർ ഇലക്ട്രോണെഗറ്റീവ്? നൈട്രജൻ, കാർബൺ, വാല്യൂ ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ആരാ മോർ ഇലക്ട്രോണെഗറ്റീവ്? കാർബൺ. നൈട്രജൻ ആണ് കാർബണിനെക്കാളും മോർ ഇലക്ട്രോണെഗറ്റീവ്. അപ്പൊ ശരിക്കും എന്തായിരിക്കും ഇവിടെ പ്രോഡക്റ്റ് വരുന്നത്? പ്രോഡക്റ്റ് വരുന്നത് ഇപ്പോ നൈട്രജനിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രോഡക്റ്റ് വരും. CH ട്രിപ്പിൾ ബോണ്ട് CH2 ആൻഡ് NH മൈനസ്. അതിന്റെ കൂടെ എന്ത് നിൽക്കും? അതിന്റെ കൗണ്ടർ ആയിട്ടുള്ള Na+ നിൽക്കും. ഇനി സപ്പോസ് കാർബണിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാലോ ഈ Hനെ കൊണ്ടുപോയി കഴിഞ്ഞാലോ എങ്ങനെ വരും? അവിടെ മൈനസ് വരും. ട്രിപ്പിൾ ബോണ്ട് CH2 NH2 എന്ന് വരും. ഇതിൽ ഏതാണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്? ഇവിടെ Na+ വരും. നമ്മളിപ്പോൾ പറഞ്ഞു ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതാണ് മോർ സ്റ്റേബിൾ? മോർ ഇലക്ട്രോണെഗറ്റീവിലെ നെഗറ്റീവ് ചാർജ് വരുന്നത് ഇതാണ് മോർ സ്റ്റേബിൾ എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ഇതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതല്ല മോർ സ്റ്റേബിൾ, പിന്നെ ഇതാണ്. അപ്പൊ നമ്മൾ ഇനോർഗാനിക്കിൽ പഠിക്കുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡറിനെ നമ്മൾ ഈ കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ തെറ്റിപ്പോകും. സോ ഇവിടെ എന്തുകൊണ്ടാണ് കാർബണിൽ നിന്ന് ഹൈഡ്രജന് പോകുന്നത്? അതായത് കാർബണിന് നെഗറ്റീവ് വരുന്നതാണ് മോർ സ്റ്റേബിൾ എന്ന് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇവിടുത്തെ മോർ അസിഡിക് ആയിട്ടുള്ള ഹൈഡ്രജൻ ഇതാണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ കാര്യം എന്താ? നമ്മൾ ഒരിക്കലും സാധാരണ റിയാക്ഷനിലൊന്നും ഇങ്ങനത്തെ സാധനം കണ്ടിട്ടില്ല. കാർബണിൽ ഈ ഹൈഡ്രജനെ കൊണ്ടുപോയി അവിടെ മൈനസ് വരുന്നു. പക്ഷെ അതാണ് ശരി. അതിന്റെ കാരണം എന്താ? അപ്പൊ നമ്മൾ ഈ പഠിച്ച ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ കറക്റ്റ് അല്ലേ? നൈട്രജൻ ഇവിടെയാണ് കിടക്കുന്നത്, കാർബൺ ഇവിടെ. നൈട്രജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ കാർബണിനേക്കാളും വളരെ ഹൈ ആണ്. അപ്പൊ അതി നെഗറ്റീവ് വരുന്ന സ്റ്റേബിൾ ആവുന്നത്. പക്ഷെ അത് അതിനേക്കാളും സ്റ്റേബിൾ ആണ് കാർബണിൽ നെഗറ്റീവ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. നമ്മൾ ഇനോർഗാനിക്കലി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എല്ലാം അതേപടി എടുത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൺസെപ്റ്റ് അതേപടി എടുത്ത് ഓർഗാനിക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഓർഗാനിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ അല്ല. ഓർഗാനിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡിഫൈഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡറാണ് യൂസ് ചെയ്യുന്നത്. മോഡിഫൈഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താണ് മോഡിഫൈഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി? മോഡിഫൈഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ മോഡിഫൈഡ് ഇലക്ട്രോനെഗറ്റിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ രണ്ട് കാര്യങ്ങളൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ മോഡിഫൈഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അതിലൊന്ന് ഹൈബ്രിഡൈസേഷൻ ആണ്. രണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഒന്ന് ഹൈബ്രിഡൈസേഷനും രണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും. ഹൈബ്രിഡൈസേഷൻ ആൻഡ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ഈ രണ്ട് കാര്യങ്ങളും ഇലക്ട്രോനെഗറ്റിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ നമ്മൾ പരിഗണിച്ചാൽ ഹൈബ്രിഡൈസേഷനും ഇലക്ട്രോനെഗറ്റിവിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം? ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ പോയിന്റ് അറിഞ്ഞേക്കുക, പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും.
പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. ഓക്കെ, പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ CH4 നമ്മൾ എടുക്കുവാണ്, അവിടെ എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. ഓക്കെ, ഇപ്പൊ കാർബണിന്റെ ചുറ്റും ഇപ്പൊ കാർബൺ sp3 ആണെന്ന് വെക്കുക, sp3 കാർബൺ ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ എത്രയായിരിക്കും? sp3 നമ്മൾ എങ്ങനെയാ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കണ്ടുപിടിക്കുന്നത്? sp3 ടോട്ടൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 3 1 4 അല്ലെ? 4 എത്ര പാർട്ട് എസ് ഉണ്ട്? ഒരു എസ് ഉണ്ട്. ഇൻറ്റു 100 എത്ര കിട്ടി? 100/4, ദാറ്റ് ഈസ് 25%. സോ ഇവിടുത്തെ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ എത്രയാണ്? 25% മാത്രമാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാർബണിന്റെ ഇപ്പൊ കാർബൺ CH ബോണ്ട് ഉണ്ട്. ഓക്കെ, കാർബണിന്റെ p ഓർബിറ്റല് നല്ല ലെങ്ത് ഉണ്ടാവും ഹൈഡ്രജനുമായിട്ട്. അപ്പൊ ഹൈഡ്രജന്റെ എസും തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഓർബിറ്റലിന്റെ ഇൻഫ്ലുവൻസ്, ഇപ്പൊ കാർബണിന്റെ എസ് ഓർബിറ്റൽ, ഇപ്പൊ എസ് ഓർബിറ്റലിന്റെ ഇൻഫ്ലുവൻസ് ഇതിൽ കുറവായിരിക്കും. ഓക്കെ, അതായത് എസ് ക്യാരക്ടർ ഓൺലി 25% ഉള്ളൂ. ഇനി സപ്പോസ് C ഡബിൾ ബോണ്ട് വരുവാണ്, ഇവിടെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? കാർബണിന് ചുറ്റും ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡബിൾ ബോണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ sp2 ആണ് ഹൈബ്രിഡൈസേഷൻ. ഇവിടെ എസ് ക്യാരക്ടർ എത്ര വരും? പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ആകെ 2 p യും ഒരു എസും, ടോട്ടലി 3 ഓർബിറ്റൽസ് ഉണ്ട്. അതിൽ എത്ര പാർട്ട് എസ് ഉണ്ട്? ഒരു പാർട്ട്. ഇൻറ്റു 100 എത്ര വരും? 33.33%. അവിടെ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ ആ p ഓർബിറ്റലിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, സൈസ് എന്ന് പറയുന്നത് കുറയും. കുറച്ചുകൂടി ഇതിനേക്കാളും കുറവായിരിക്കും. അപ്പൊ അവിടെ കുറച്ചുകൂടെ എസ് ക്യാരക്ടർ ഉണ്ടാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് sp ഹൈബ്രിഡൈസേഷൻ വരുന്ന കണ്ടീഷനിലാണെന്നുണ്ടെങ്കിലോ, sp ഹൈബ്രിഡൈസേഷൻ വരുന്ന കണ്ടീഷനിലാണെന്നുണ്ടെങ്കിലോ നോക്ക്, ആകെ 2 ഓർബിറ്റിലേ ഉള്ളൂ, അതിൽ ഒരെണ്ണം എന്താണ്? എസ് ആണ്. സോ ഇൻറ്റു 100 ദാറ്റ് ഈസ് 50% എസ് ക്യാരക്ടർ അവിടെ ഉണ്ട്. 50%. സോ അവിടെ കുറച്ചുകൂടെ ലെങ്ത് കുറവായിരിക്കും അവിടുത്തെ p ഓർബിറ്റിൽ. ഓക്കെ, സോ പറഞ്ഞതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കൂടി വരും. പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയും കൂടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷന്റെ ഓർഡറിൽ ഇപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ എടുക്കുമ്പോഴത്തേക്കും കാർബൺ sp ഹൈബ്രിഡൈസേഷനുള്ള കാർബൺ ആണ് ഹൈ എന്ത് എസ് ക്യാരക്ടർ വന്ന 50% എസ് ക്യാരക്ടർ വന്ന. അപ്പൊ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി. അത് കഴിഞ്ഞാൽ ആർക്കായിരിക്കും? 33.33% വന്ന കാർബൺ ഓഫ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിനായിരിക്കും. അത് കഴിഞ്ഞാൽ sp ഹൈബ്രിഡൈസിനായിരിക്കും. സോ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് പരിഗണിക്കുന്ന സമയത്ത് അവിടെ എന്തുകൂടെ പരിഗണിക്കണം? അവിടെ നമ്മൾ എസ് ക്യാരക്ടർ കൂടെ പരിഗണിക്കണം. എസ് ക്യാരക്ടർ പരിഗണിക്കണമെങ്കിൽ എന്തറിയണം? ഹൈബ്രിഡൈസേഷൻ അറിയണം. സോ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ നോക്ക, എസ് ക്യാരക്ടർ വേറൊരു കാര്യത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യും, ബോണ്ട് ലെങ്തിനെ. എസ് ക്യാരക്ടർ കൂടുന്ന അനുസരിച്ചിട്ട് സിംഗിൾ ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ എസ് ക്യാരക്ടർ എത്ര വന്ന്? sp3 എന്ന് വെച്ചാൽ ചുറ്റിനെ എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. എസ് ക്യാരക്ടർ എത്ര വന്ന്? ഓൺലി 25% ആണ്. ഡബിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിലോ 33.33% ആണ്. ട്രിപ്പിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിലോ അവിടെ 50% ആണ്. ഓക്കെ, ഇവിടെ sp3 വന്നു കഴിഞ്ഞാൽ എല്ലാം സിംഗിൾ ബോണ്ട് ആയിരിക്കും. sp2 വന്നു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് വരും. sp വന്നു കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട്. സോ ഇവിടെ ബോണ്ട് ലെങ്ത് എസ് ക്യാരക്ടർ കൂടുന്ന അനുസരിച്ചിട്ട്, എസ് ക്യാരക്ടർ പെർസെൻറ്റേജ് എസ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ബോണ്ട് ലെങ്ത് അവിടെ കുറയുന്നുണ്ട്. എസ് ക്യാരക്ടർ കൂടി വരുന്ന സമയത്ത് ബോണ്ട് ലെങ്ത് അവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു പോയിന്റോടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കാം. ദെൻ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഹൈബ്രിഡൈസേഷനും കൂടെ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിലെ ഹെറ്ററോ ആറ്റംസ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ ഒന്ന് പറയാം. ഞാനൊരു ഗ്രാഫ് പോലെ ഇവിടെ കാണിക്കുവാണ്. y ആക്സില് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓക്കെ, ഇവിടെ അറ്റോമിക് നമ്പർ. ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ളത് നമുക്ക് ഞാനിവിടെ എടുക്കുന്ന ആറ്റംസ് സാധാരണഗതിയിൽ നമുക്ക് ഓർഗാനിക്കില് നോക്കേണ്ടത്. സോ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്ന ആറ്റംസ്, ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്ന കൺസിഡർ ചെയ്യാറുള്ള ആറ്റംസ് എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റംസ് ആണ്. അത് ഏതൊക്കെയാണ്? ഫ്ലൂറിൻ,
അതുപോലെ ഓക്സിജൻ, അതുപോലെ നൈട്രജൻ, കാർബൺ, ഇങ്ങനെയുള്ള ആറ്റംസ് ആണ്. അപ്പൊ നമുക്കറിയാം അതിന്റെ നോർമൽ ഇലക്ട്രോണെഗറ്റിവിറ്റി ഓർഡർ എങ്ങനെയാണ്, ഇത് ഇതുപോലെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ഇനോർഗാനിക്കിലെ ഒരു ഓർഡർ മാത്രമാണ്. ഓക്കെ, നമ്മുടെ ഇലക്ട്രോണെഗറ്റിവിറ്റി വാല്യൂ വെച്ച് എഴുതുന്ന ഓർഡർ മാത്രമാണ്. അതിനെ ഹൈബ്രിഡൈസേഷൻ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ കാർബൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ കൂട്ടത്തില് ഏറ്റവും ഇലക്ട്രോണെഗറ്റിവിറ്റി കുറവ് എന്ന് പറയുന്നത് കാർബണ് തന്നെയാണ്. ഏത് കാർബൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ sp3 കാർബൺ. അതിനേക്കാളും കുറച്ചുകൂടി ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലാണ് ആർക്ക്, sp2 കാർബൺ. ഓക്കെ, അതിനേക്കാളും കുറച്ചുകൂടി ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലാണ് sp2 കാർബൺ. അതിനേക്കാളും കുറച്ചുകൂടി ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലാണ് നൈട്രജൻ, sp3 നൈട്രജൻ. അതിനേക്കാളും കുറച്ചുകൂടി ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലാണ് sp കാർബൺ. അതിനേക്കാളും കുറച്ചുകൂടി ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലാണ് sp2 നൈട്രജൻ. അതിനേക്കാളും ഇലക്ട്രോണെഗറ്റിവിറ്റി കുറച്ച് കൂടുതലാണ് ഓക്സിജൻ, sp3 ഓക്സിജൻ. അതിനേക്കാളും കുറച്ചുകൂടി ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലാണ് നൈട്രജൻ, sp-ക്ക്. അതിനേക്കാളും കുറച്ചുകൂടി ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലാണ് ഓക്സിജൻ, sp2. ഏറ്റവും ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടിയതാരാ, ഫ്ലൂറിൻ. ഓക്കെ, നോക്ക്, ഏറ്റവും ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലാ ഫ്ലൂറിനാണ്. അതിനേക്കാളും താഴെ നിൽക്കുന്ന കുറച്ചുകൂടി ഇലക്ട്രോണെഗറ്റിവിറ്റി കുറവ് ഓക്സിജൻ ആണ്, sp2 ഓക്സിജൻ. അതിനേക്കാളും കുറവ് sp ഉള്ള നൈട്രജൻ ആണ്. ഇത് നോക്ക്, ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി. സാധാരണ നമ്മൾ പറയുന്നത് എന്താ, ഓക്സിജനേക്കാളും കുറവാണ് നൈട്രജന്. പക്ഷേ നൈട്രജൻ sp ഹൈബ്രിഡൈസേഷനിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആ നൈട്രജന് sp3 ഹൈബ്രിഡൈസേഷനിലുള്ള ഓക്സിജനേക്കാളും ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ഇതാണ് പലപ്പോഴും നിങ്ങൾ ഇലക്ട്രോണെഗറ്റിവിറ്റി പരിഗണിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ കൺഫ്യൂഷൻ വരുന്നത്. നൈട്രജൻ അല്ലേ മോർ ഇലക്ട്രോണെഗറ്റീവ്, അല്ലെങ്കിൽ ഓക്സിജൻ അല്ലേ മോർ ഇലക്ട്രോണെഗറ്റീവ് നൈട്രജനെക്കാളും എന്നുള്ള ഡൗട്ട് വരുന്നത്. നോക്ക്, ഇവിടെ നോക്ക്, sp3 നൈട്രജനെക്കാളും മോർ ഇലക്ട്രോണെഗറ്റീവ് ആണ് sp കാർബൺ. നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്താണ്. ആലോചിച്ച് നോക്കണം. കാർബൺ എന്ന് പറയുന്നത് നൈട്രജനെക്കാളും മോർ ഇലക്ട്രോണെഗറ്റീവ് വരുന്ന സിറ്റുവേഷൻ വരും എപ്പോ, ആ കാർബൺ sp ഹൈബ്രിഡൈസേഷൻ ആവുമ്പോൾ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചൊന്ന് പോവാം. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക്, ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക്, സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാം. ഞാൻ പറഞ്ഞു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു. നൈട്രജനിൽ നെഗറ്റീവ് വരുന്നത് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന കാർബണിൽ നെഗറ്റീവ് വരുന്നതാണ്. കാര്യം എന്താ, ഇവിടെ നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ, sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ, ചുറ്റിനും ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, sp ആണ്. sp hybridized carbon is more electronegative than sp3 nitrogen. ഓക്കെ, അപ്പോൾ ആരാ മോർ ഇലക്ട്രോണെഗറ്റീവ് എന്ന് ചോദിച്ചാൽ നൈട്രജൻ അല്ല, ഈ കോമ്പൗണ്ട് കേസിൽ കാർബൺ ആണ്. അപ്പോൾ കാർബണിന് നെഗറ്റീവ് ചാർജ് വരുന്നതാണ് മോർ സ്റ്റേബിൾ. അതുകൊണ്ട് NaNH2 NH2 വന്നിട്ട് കാർബണിന്റെ ഹൈഡ്രജനെ കൊണ്ടുപോകുന്നത്. സോ ഇലക്ട്രോണെഗറ്റിവിറ്റിയെ പറ്റിയുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ ഇവിടെ മാറ്റി വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മൾ എല്ലായിടത്തും ഇലക്ട്രോണെഗറ്റിവിറ്റി ഒരേപോലെ അല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഓർഡർ നിങ്ങളൊന്ന് എഴുതി വെച്ചിരുന്നാൽ മതി. ഏറ്റവും കൂടിയത് ഏതാ, ഞാനിപ്പോ ഇതുപോലെ ഒരു ഡയഗ്രാം പോലെ വരച്ച് എഴുതിയേക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടിയത് ഏതാ, ഫ്ലൂറിൻ. അതിനേക്കാളും കുറവ് sp2 ഓക്സിജൻ. അതിനേക്കാളും കുറവാണ് sp നൈട്രജൻ. അതിനേക്കാളും കുറവ് ഓക്സിജൻ sp3. അതിനേക്കാളും കുറവ് നൈട്രജൻ sp2. അതിനേക്കാളും കുറവ് കാർബൺ sp. അതിനേക്കാളും കുറവ് നൈട്രജൻ sp3. then അതിനേക്കാളും കുറവാണ് കാർബൺ sp2. അതിലും കുറവാണ് ആർക്ക് വരുന്ന കാർബൺ sp3. സോ ഈ ഒരു ഓർഡർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് എഴുതി വെച്ചേക്കുക. ഈ ഒരു ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുള്ളത്. ഇറ്റ് ഈസ് ദ ഇലക്ട്രോണെഗറ്റിവിറ്റി ഓർഡർ ഇൻ ഓർഗാനിക്. ഇൻഓർഗാനിക് അല്ല, ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇലക്ട്രോണെഗറ്റിവിറ്റി ഓർഡർ ഇതാണ്. ഓക്കെ, സോ ഹൈബ്രിഡൈസേഷനോട് അവിടെ പരിഗണിക്കണം. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഒരു ക്വസ്റ്റ്യൻ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. H, that is OH, CH2, C ട്രിപ്പിൾ ബോണ്ട് CH. ഒന്ന് NaNH2. ഓക്കെ, 1 മോൾ ആണ് യൂസ് ചെയ്യുന്നത്. രണ്ട് CH3I.
ഇവിടെ എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നത്? ഫസ്റ്റ് ഓഫ് ആൾ ആലോചിക്കുക, NaNH2 ഇസ് എ ബേസ്, ഓൺ ഈക്വലന്റ് ഓൺ മോളാണ് യൂസ് ചെയ്യുന്നത്, ഓൺ ഈക്വലന്റ് ആയി യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് എന്ത് ചെയ്യും? പ്രോട്ടോണിനെ പിടിച്ചുകൊണ്ട് പോകും. ഏത് പ്രോട്ടോണിനെ പിടിച്ചുകൊണ്ട് പോകും? ഓക്കെ, ഇവിടുന്ന് കൊണ്ടുപോകുമോ അതോ OH പ്രോട്ടോണിനെ കൊണ്ടുപോകും? ആരാണ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ളത് അവിടുന്ന് കൊണ്ടുപോകും. ഇവിടെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ? sp ആണ്. ഇവിടെ ഓക്സിജന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ? sp3 ആണ്. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ, അങ്ങനെ ഇവിടെ sp3 വരുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിലും പഠിക്കുന്നതാണ്. ഓക്സിജന്റെ ചുറ്റിനും 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 2 എണ്ണം ഒന്ന് എച്ചുമായിട്ടും ഒന്ന് ഈ ഗ്രൂപ്പുമായിട്ടും ബോണ്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഒരു പെയർ 2 ലോൺ പെയർ ഉണ്ട്, 2 ബോണ്ട് പെയർ ഉണ്ട്. ടോട്ടലി എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി, ലോൺ പെയറും ബോണ്ട് പെയറും കൂടെ ആഡ് ചെയ്താൽ മതി. ടോട്ടലി 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട്. ഓക്കെ, ലോൺ പെയർ പ്ലസ് ബോണ്ട് പെയർ കൂട്ടിയാൽ ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ എണ്ണം കിട്ടും. അപ്പൊ 4 ഹൈബ്രിഡ് ഓർബിറ്റൽ വരണമെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കണം? sp3 ആയിരിക്കണം. കാര്യം 3 പിയും ഒരു എസും, അങ്ങനെ sp3 ആയിരിക്കണം. ഇപ്പൊ 3 ഹൈബ്രിഡ് ഓർബിറ്റലേ വരുന്നുള്ളെങ്കിൽ അത് sp2 ആയിരിക്കും. കാര്യം ഒരു എസും 2 പിയും. 2 എണ്ണേ വരുന്നുള്ളെങ്കിൽ അത് sp ആയിരിക്കും. ശരി, അപ്പൊ ഇത് sp3 ഓക്സിജൻ ആണ്. ഓക്കെ, ഇതെന്താണ്? ഇത് sp കാർബൺ ആണ്. ഇലക്ട്രോണെഗറ്റിവിറ്റി ഓർഡറിൽ ആരാദ്യം വരുന്നത്? നമുക്കറിയാവുന്നതാണ്, നമ്മളെ നോക്കിയാൽ മതി. അവിടെ sp3 ഓക്സിജൻ, ഓക്സിജൻ sp3 എന്ന് പറയുന്നത് കാർബൺ sp-യെക്കാളും ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലാണ്. തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള ഓർഡർ എടുത്ത് നോക്കിയാൽ എന്ന് വെച്ചാൽ എവിടുന്ന് പ്രോട്ടോണിനെ കൊണ്ടുപോകും? ഓക്സിജനിൽ നിന്നായിരിക്കണം ഹൈഡ്രജനെ ഇത് കൊണ്ടുപോകും, ഈ പ്രോട്ടോണിനെ ഇത് കൊണ്ടുപോകും. അപ്പോൾ ഓക്സിജനിലായിരിക്കണം നെഗറ്റീവ് ചാർജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓക്സിജനിൽ നെഗറ്റീവ് ചാർജ് വരും. എങ്ങനെ വരും? O മൈനസ് CH2 C ട്രിപ്പിൾ ബോണ്ട് CH, ഇത് ഇങ്ങനെ വരും. നെക്സ്റ്റ് ഇത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്? CH3 അയ്യുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. CH3 അയ്യുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് SN2 ടൈപ്പ് റിയാക്ഷനാണ് നടക്കുന്നത്. ഇത് നേരെ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും, I എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പൊ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് CH3 O CH2 C ട്രിപ്പിൾ ബോണ്ട് CH, ഇതാണ് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്. ഓക്കെ, സോ ഇത് നമുക്ക് പല റിയാക്ഷൻസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. പല റിയാക്ഷൻസിലും മെക്കാനിസം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അവിടെ പ്രയോജനപ്പെടും. നെക്സ്റ്റ് ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ. NH2 CH2 C ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, ഫസ്റ്റ് NaNH2, 1 മോൾ NaNH2. സെക്കൻഡ് CH3I. ഓക്കെ, ദെൻ ആലോചിച്ച് നോക്കുക, ഇവിടെ എന്താണ് നൈട്രജൻ? ഇവിടെ എങ്ങനെയാണ് റിയാക്ഷൻ വരുന്നത്? നൈട്രജൻ എന്താണ്? ഇവിടെ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ അറിയാലോ. നൈട്രജന് ചുറ്റും 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ദാറ്റ് ഈസ് 3 പേര് ഇവിടെ 2 ഹൈഡ്രജനുമായിട്ടും ഒരു CH2 ആയിട്ടും ബോണ്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു പേര് ലോൺ പെയർ ആയിട്ട് നിൽക്കും. 1 2 3 3 ബോണ്ട് പെയറും ഉണ്ട്, ഒരു ലോൺ പെയറും ഉണ്ട്. തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 4 ഹൈബ്രിഡ് ഓർബിറ്റൽ വന്നാൽ sp3 ആണ്. CHന്റെ കേസ് ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, എന്താണ്? sp ആണ്. നോക്കാം, നമുക്കറിയാം sp-CH എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാർബൺ sp എന്ന് പറയുന്നത് ഇലക്ട്രോണെഗറ്റിവിറ്റി എങ്ങനെയാണ്? sp3 നൈട്രജനെക്കാളും ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലാണ്. ഓക്കെ, അല്ലാതെ നൈട്രജനെയും കാർബണിനെ അല്ല കമ്പയർ ചെയ്യേണ്ടത്, ഹൈബ്രിഡൈസേഷനോട് ചേർത്ത് വേണം കമ്പയർ ചെയ്യാൻ. ദാറ്റ് ഈസ് Nsp3യെക്കാളും ഇലക്ട്രോണെഗറ്റിവിറ്റി കാർബണിന് കൂടുതലാണ്. അപ്പൊ എവിടെ നിന്നായിരിക്കും ഇതൊന്ന് പ്രോട്ടോണിനെ കൊണ്ടുപോകുന്നത്? ഡെഫിനറ്റ്ലി കാർബണിൽ നിന്നായിരിക്കും. സോ എന്ത് കിട്ടും? NH2 CH2 C ഡബിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് C മൈനസ് എന്ന് കിട്ടും. ഓക്കെ, C മൈനസ് ആൻഡ് Na പ്ലസ് ആയിട്ട് നിൽക്കും. കൗണ്ടർ ചെയ്യാനായിട്ട് Na പ്ലസ് കൂടെ വരും. അത് സെക്കൻഡ് സ്റ്റെപ്പിൽ CH3 അയ്യുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇതൊരു ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യും, ഈ കാർബണിൽ അറ്റാക്ക് ചെയ്യും, SN2 ടൈപ്പ് ഇത് എലിമിനേറ്റ് ചെയ്ത് പോകും. സോ എന്ത് കിട്ടും? ലാസ്റ്റ് NH2 CH2 C triple bond C CH3. This is the product. Okay. Then next ഒരു question. അടുത്തൊരു question. C triple bond CH. C triple bond CH NH2. Okay. ഇത് ഈ പറഞ്ഞ പോലെ NaNH2 ഒന്ന് NaNH2
ആൻഡ് സെക്കൻഡ് CH3 ഐയുമായിട്ട് റിയാക്ട് ചെയ്യും. ഇവിടെ എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നത്? നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തുകൊള്ളുക. എന്തായിരിക്കും ഇവിടുത്തെ പ്രോഡക്റ്റ് എന്നുള്ളത്. ഇവിടെ പ്രോഡക്റ്റ് ഞാൻ ഡയറക്റ്റ് എഴുതാം. എന്താ സംഭവിക്കുന്നത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ ആരാ? sp3 കാർബൺ ഉണ്ട്, sp കാർബൺ ഉണ്ട്, sp3 നൈട്രജൻ ഉണ്ട്. സോ ആർക്കാ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതൽ? sp കാർബൺ ആണ്. സോ എന്ത് ചെയ്യും? ഇവിടുന്ന് പ്രോട്ടോണിനെ കൊണ്ടുപോകും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, അവിടേക്ക് ആര് വരും? ഇവിടുത്തെ CH3 വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ത് കിട്ടും? ഇവിടെ CH3 വരുന്ന ഒരു പ്രോഡക്റ്റ് കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ H മാറിയിട്ട് അവിടെ CH3 വരും. ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തുകൊള്ളുക. ഇത് ശരിക്കും പറഞ്ഞാൽ ജാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ജാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നെറ്റിന് 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ അത് നിങ്ങൾ ജാമിന്റെ ആണെന്ന് വിചാരിച്ചിട്ട്, ഡിഗ്രി സിലബസ് ആണെന്ന് വിചാരിച്ചിട്ട് കളയരുത്. ശരിക്കും 2 മാർക്കിന് ചോദിക്കുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെയാണ്. ഓക്കെ, ഇതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ നോക്കിയത് എന്താ? അസിഡിക് സ്ട്രെങ്ത് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയത്. H+ കൊടുക്കാനുള്ള കഴിവാണ് അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അസിഡിക് സ്ട്രെങ്തുമായിട്ട് ഇവിടെ റിലേറ്റഡ് ആയിരുന്നു. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് പ്രോട്ടോണിനെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് പ്രോട്ടോണിനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അസിഡിക് സ്ട്രെങ്തുമായിട്ട് ഡയറക്റ്റ് റിലേഷനിലാണ്. അതുപോലെ നമുക്ക് ബേസിക് സ്ട്രെങ്ത് പറയാം. ബേസിക് സ്ട്രെങ്ത് പറയാം. ഓക്കെ, ബേസിക് സ്ട്രെങ്ത് ഇപ്പൊ അസിഡിക് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ H+ കൊടുക്കാനുള്ള കഴിവാണ്. ഇവിടെ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല ശരിക്കും എന്താണ്? H+ കൊടുക്കാനുള്ള കഴിവാണ്. ഓക്കെ, ഇവിടെ ഈ ഭാഗത്താണ് അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ ഇതിനേക്കാളും. കാര്യം ഇവിടെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഭാഗത്ത് പെട്ടെന്ന് H+ കൊടുക്കാൻ പറ്റും. അവിടെ നെഗറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ അത് മോർ സ്റ്റേബിൾ ആയിരിക്കും. ഇനി ബേസിക് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താ? H+ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവാണ്. അപ്പൊ H+ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രോനെഗറ്റീവായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യും? ഓക്കെ, അല്ലെങ്കിൽ ബേസിക് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ വേറൊരു രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ കൊടുക്കാനുള്ള കഴിവാണ്. അതെങ്ങനെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയുവാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡൊണേഷൻ ടെൻഡൻസി ഓഫ് ഇലക്ട്രോൺസ്. അതായത് ഇലക്ട്രോൺസിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡോണേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ബേസ് എന്ന് പറയുന്നത്. മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഡൊണേഷൻ ടെൻഡൻസി കുറവായിരിക്കും, അവ ലെസ് ബേസിക് ആയിരിക്കും. ഓക്കെ, മോർ ഇലക്ട്രോനെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡൊണേഷൻ ടെൻഡൻസി എന്തായിരിക്കും? ഡൊണേഷൻ കുറവായിരിക്കും, അത് ലെസ് ബേസിക് ആയിരിക്കും. ഓക്കെ, അതിന്റെ കാരണം എന്താ? ഇപ്പോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ, മോർ ഇലക്ട്രോനെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഇലക്ട്രോണിന് ഭയങ്കര ഹോൾഡിംഗ് കപ്പാസിറ്റി, ആ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കും. അപ്പൊ അതിനെ കൊടുക്കാനുള്ള ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനെ കൊടുക്കാനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ട് ലെസ് ബേസിക് ആയിരിക്കും. ഇലക്ട്രോണിനെ നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മോർ ബേസിക് ആവും. ഓക്കെ, ഇനി ഈ ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ പ്രോട്ടോണേഷൻ എന്നും പറയാം. ഓക്കെ, നമുക്ക് ബേസിക് സ്ട്രെങ്ത് എന്താണ്? പ്രോട്ടോണേറ്റ് ചെയ്യാനുള്ള കഴിവും കൂടെയാണ്. ഡീപ്രോട്ടോണേറ്റ് ചെയ്യുന്നതാണ് അസിഡിക് സ്ട്രെങ്ത് പറയുന്നത്. ഓക്കെ, പ്രോട്ടോണേറ്റ് ചെയ്യുന്നതാണ് ബേസിക് സ്ട്രെങ്ത്. നമുക്കിവിടെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് റേറ്റ് ഓഫ് പ്രോട്ടോണേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. റേറ്റ് ഓഫ് പ്രോട്ടോണേഷൻ, ഇതെല്ലാം കൂടെ തിരിഞ്ഞു പോകരുത്, കൺഫ്യൂഷൻ ആവരുത്. റേറ്റ് ഓഫ് പ്രോട്ടോണേഷൻ ശ്രദ്ധിക്കാം. ഞാൻ 2 റിയാക്ഷൻസ് എഴുതുവാണ്. റിയാക്ഷൻസ് 2 ഞാൻ എഴുതുവാണ്. H2O, H+, ഇതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് K1 എന്ന് എടുക്കുന്നു. ഓക്കെ, പ്രോട്ടോണേഷൻ നടത്തുവാണ്. നെക്സ്റ്റ് RC∼N, ഇവിടെയും പ്രോട്ടോണേഷൻ നടത്തുവാണ്. അതിന്റെ K2 എന്ന് ഞാൻ റേറ്റ് കോൺസ്റ്റന്റ് എടുക്കുന്നു. ഓക്കെ, സോ ഇവിടെ രണ്ടിടത്തും റേറ്റ് ഓഫ് പ്രോട്ടോണേഷൻ എവിടെയാണ് ഹൈ, എവിടെയാണ് റേറ്റ് ഓഫ് പ്രോട്ടോണേഷൻ എന്ന് പറയുന്നത് കൂടുതൽ? ഫസ്റ്റ്, റേറ്റ് ഓഫ് പ്രോട്ടോണേഷൻ എന്ന് വെച്ചാൽ എന്താ? H+ മേടിക്കാനുള്ള കഴിവാണ്. H+ മേടിക്കാനുള്ള കഴിവെന്ന് വെച്ചാൽ ബേസിക് സ്ട്രെങ്ത് ആണ്.
ബേസിക് സ്ട്രെങ്ത് എവിടെയാണ് കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക് സ്ട്രെങ്ത് കൂടുതലുള്ള ഭാഗത്ത് അസിഡിക് സ്ട്രെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ബേസിക് സ്ട്രെങ്ത് കൂടുതലുള്ള ഭാഗത്ത് അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറവായിരിക്കും. ദെൻ നമുക്ക് അസിഡിക് സ്ട്രെങ്ത് നേരത്തെ പഠിച്ചു, അത് വെച്ചിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ അത് വെച്ച് പറയേണ്ട കാര്യമില്ല, കാര്യം ഇവിടെ ബേസിക് സ്ട്രെങ്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു ബേസിക് സ്ട്രെങ്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് ഡൊണേഷൻ ടെൻഡൻസി ഓഫ് ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ എന്താ? ബേസിക് സ്ട്രെങ്ത് ആണ്. ബേസിക് സ്ട്രെങ്ത് ആണ്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഭാഗത്ത് ബേസിക് സ്ട്രെങ്ത് കുറവായിരിക്കും, അതായത് അവിടെ റേറ്റ് ഓഫ് പ്രോട്ടോണേഷൻ കുറവായിരിക്കും. ഇവിടെ എവിടെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കൂടുതൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി എവിടെയാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്? ശ്രദ്ധിക്കാം, നോക്കാം. ഇവിടെ ഓക്സിജന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഓക്സിജന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആണ്. ഓക്സിജൻ sp3 ആണ്. നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഇവിടെ നൈട്രജൻ എന്ന് പറയുന്നത് sp ഹൈബ്രിഡൈസേഷൻ വരുന്നതാണ്. നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആരാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്? നേരത്തെ നമ്മൾ അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ കണ്ടീഷൻ പറഞ്ഞായിരുന്നു. sp നൈട്രജൻ എന്ന് പറയുന്ന മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ sp3 ഓക്സിജൻ. sp നൈട്രജൻ എന്ന് പറയുന്ന sp3 ഓക്സിജനെക്കാളും മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ എവിടെയാണ്? നൈട്രജന്റെ ഭാഗത്താണ്. അപ്പൊ അതായിരിക്കും എന്ത്? ലെസ് ബേസിക്. ഇതാണ് ലെസ് ബേസിക്. അവിടെയായിരിക്കും പ്രോട്ടോണേഷൻ നടക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കുറവ്. അതായത് ബേസിസിറ്റി എവിടെ കൂടുന്നോ അവിടെ പ്രോട്ടോണേഷൻ നടക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ എവിടെയാ പ്രോട്ടോണേഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതൽ? K1. ഇവിടെ റേറ്റ് കൂടുതൽ എവിടെയാണ്? K1ന് K2നെക്കാളും റേറ്റ് കൂടുതലാണ്. അപ്പൊ ഇവിടെ ബേസിക് സ്ട്രെങ്ത് ദാറ്റ് ഈസ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ എവിടെയാണോ അവിടെ ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്രോട്ടോണേഷൻ നടക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഈ ഭാഗത്താണ് ബേസിക് സ്ട്രെങ്ത് കൂടുതൽ. അതുകൊണ്ട് ഇതിനെന്ത് ചെയ്യും? ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള ബേസിക് സ്ട്രെങ്ത് കൂടുതൽ ഈ ഭാഗത്ത് ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഇവിടെ കൂടുതലാണ് എന്ന് വെച്ചാൽ ഇതിന് ഇലക്ട്രോൺസിനെ കൊടുക്കാനുള്ള കഴിവ് കുറവാണ്. ഇലക്ട്രോൺസിനെ കൊടുക്കാനുള്ള കഴിവ് കുറവെന്ന് വെച്ചാൽ അതിന്റെ ബേസിക് സ്ട്രെങ്ത് കുറവാണ്. ബേസിക് സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് പ്രോട്ടോണേഷനും ബേസിക് സ്ട്രെങ്ത് ഒന്നാണ്. ഓക്കെ, റേറ്റ് ഓഫ് പ്രോട്ടോണേഷൻ എന്ന് വെച്ചാൽ H+നെ മേടിക്കാനുള്ള കഴിവ്. ഇപ്പൊ A എന്ന് പറയുന്ന H+നെ മേടിക്കുന്നുണ്ടെങ്കിൽ അതിന് മേടിക്കാനുള്ള കഴിവാണ് എന്ത്? റേറ്റ് ഓഫ് പ്രോട്ടോണേഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് H+നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് എന്ത്? ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ H+നെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആർക്കാണ് മോർ H+നെ മേടിക്കാൻ കഴിയുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ആൾക്ക്. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാർക്കാ? ഈ കോമ്പൗണ്ട്സ് കമ്പാരിസൺ നടത്തുന്ന സമയത്ത് ഓക്സിജൻ ആണ്. കാര്യം എന്താ? നോർമലി ചെയ്യുമ്പോൾ എങ്ങനെയാ? ഓക്സിജൻ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. ഓക്കെ, ഓക്സിജൻ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അപ്പൊ അതിനാണ് ശരിക്കും ബേസിക് സ്ട്രെങ്ത് കുറഞ്ഞു വരേണ്ടത്, അതിനാണ് പ്രോട്ടോണേഷന്റെ റേറ്റ് കുറഞ്ഞു വരേണ്ടത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള ഓർഗാനിക്കിന്റെ കേസിൽ ഹൈബ്രിഡൈസേഷനോട് പരിഗണിക്കുന്ന സമയത്ത് ഇതാണ് ആക്ച്വൽ ഓർഡർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ മെയിൻ ആയിട്ട് അറിയേണ്ടത് ഇലക്ട്രോനെഗറ്റിവിറ്റിയും എന്താണ്? ബേസിക് സ്ട്രെങ്തുമായിട്ടുള്ള റിലേഷൻ. ഓക്കെ, ബേസിക് സ്ട്രെങ്തും ഇലക്ട്രോനെഗറ്റിവിറ്റിയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അസിഡിക് സ്ട്രെങ്തുമായിട്ട് അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റം എന്ന് പറയുന്നത് മോർ അവിടെ വരുന്ന പ്രോട്ടോൺ ആയിരിക്കും മോർ അസിഡിക് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, സോ ഇത് ഇത്രയും നിങ്ങൾ പ്രൈമറി ആയിട്ട് അറിയേണ്ട കാര്യമാണ്, എസ്പെഷ്യലി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ. ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഓർഡർ ഓർഗാനിക്കിന്റെ കേസിൽ ഡിഫറൻ്റ് ആണ്. അതറിഞ്ഞാലേ നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു മെക്കാനിസത്തിന്റെ ഇടയ്ക്ക് റിയാക്ഷന്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു ഇപ്പോൾ ബേസ് വരുന്നു, എവിടുന്ന് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും? മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിൽ നിന്നായിരിക്കും പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ അവിടെ നെഗറ്റീവ് ചാർജ് കിട്ടും, അത് സ്റ്റെബിലൈസ് ചെയ്യും. ഇനി പ്രോട്ടോണേഷൻ നടത്തുന്നു. പ്രോട്ടോണേഷൻ നടക്കുന്ന എവിടെയായിരിക്കും? ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിലായിരിക്കും പ്രോട്ടോണേഷൻ കൂടുതൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ഇവിടെ പറഞ്ഞതുപോലെ അവിടെ നമ്മൾ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിനെ തിരക്കി പോകണം. അവിടെയായിരിക്കും പ്രോട്ടോണേഷൻ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്തു. നൈട്രജൻ മോർ ഇലക്ട്രോനെഗറ്റീവ്, ഓക്സിജൻ ലെസ് ഇലക്ട്രോനെഗറ്റീവ്. അവിടെയായിരിക്കും പ്രോട്ടോണേഷൻ കൂടുതൽ നടക്കുന്നത്. സോ K1 ഗ്രേറ്റർ ദാൻ K2 എന്ന് നമ്മളിവിടെ പറഞ്ഞു.
അപ്പൊ ഇതൊക്കെ ഒരു റിയാക്ഷന്റെ കേസിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു സ്റ്റെപ്പിൽ പ്രോട്ടോണേഷൻ പറഞ്ഞിരിക്കുന്നു. എവിടെ പ്രോട്ടോണേഷൻ നടക്കും എന്നുള്ളത് അറിയണം. ഓക്കെ, അത് ഹൈബ്രിഡൈസേഷനുമായിട്ട് ഡിപ്പെൻഡന്റും ആണ്. ഇപ്പൊ ഈ പറഞ്ഞ ഒരൊറ്റ പോയിന്റ് കേട്ടിട്ട്, അതായത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റത്തിൽ പ്രോട്ടോണേഷൻ നടക്കും എന്നുള്ള ഒറ്റ പോയിന്റ് കേട്ടിട്ട്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞത് ഓക്സിജൻ നൈട്രജൻ ആണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവ്, ഇവിടെ പ്രോട്ടോണേഷൻ നടക്കും, ഇവിടെയാണ് കൂടുതൽ റേറ്റ് നടക്കുന്നതെന്ന് പറഞ്ഞത് എഴുതി വെക്കരുത്. അതിനാണ് ഞാൻ ഓർഗാനിക്കിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓർഡർ പറഞ്ഞത്, മോഡിഫൈഡ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓർഡർ പറഞ്ഞു തന്നു. ഓക്കെ, സോ നമുക്ക് ആസിഡ് ബേസ് കെമിസ്ട്രി പഠിക്കാനുള്ള ഫസ്റ്റ് ഒരു പാർട്ട് ഇതാണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻ കേസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പൊ ഇത് ഇനിയും നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു പാർട്ട് ഇവിടെ കഴിയുന്നു, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ആസിഡ് ബേസ് കെമിസ്ട്രിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അറിയേണ്ടത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത് ഇൻഡക്റ്റീവ് ഇഫക്റ്റിലേക്കാണ്. നമുക്ക് നോക്കാം എന്താണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. വാട്ട് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്? വാട്ട് ഈസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്? ഓക്കെ, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ ഒരു ആറ്റം വന്നിരിക്കുന്നു, ഇപ്പൊ ഒരു കാർബൺ ഒരു ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്നു. ഇവിടെ ഇപ്പോൾ കാർബൺ ആൻഡ് എ ഗ്രൂപ്പ്, ഇവിടെ ഇതിനിടയ്ക്കുള്ള ഇലക്ട്രോൺ വേണമെങ്കിൽ ഈ ഗ്രൂപ്പിന് ഇങ്ങോട്ട് പിടിച്ചു മേടിക്കാം. സോ ഇവിടെ കാർബൺ ഒരു ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതിനിടയ്ക്ക് ഇതേ കാർബണിന്റെ ഇലക്ട്രോണും ഉണ്ട്, ഈ ഗ്രൂപ്പിന്റെ ഇലക്ട്രോണും ഉണ്ട്. ഈ ഇലക്ട്രോൺ എന്താണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ ബോണ്ടിലൂടെയുള്ള ഇലക്ട്രോൺ ഡൊണേഷൻ ആണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇറ്റ് ഈസ് എ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ്. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ത്രൂ സിഗ്മ ഇലക്ട്രോൺസ്, സിഗ്മ ബോണ്ട്. സിഗ്മ ബോണ്ടിലൂടെയുള്ള ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആണ് എന്തെന്ന് വിളിക്കുന്നത്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ചെക്ക് ചെയ്യാം. നമുക്ക് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്താണെന്ന് അറിയണം. ഇവിടെ രണ്ട് തരത്തിലെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വരാം. ഒന്നുകിൽ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മാറിയിരിക്കാം, ഇതിനടുത്തേക്ക് ഇരിക്കാം, അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺ കാർബണിന്റെ അടുത്തേക്ക് ഇരിക്കാം. അതാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനും ശരിക്കും മിഡിലായിട്ട് വരേണ്ട ഈ ഇലക്ട്രോൺസ് ഒന്നുകിൽ കാർബൺ ആൻഡ് ഗ്രൂപ്പ് ഇങ്ങോട്ടിരിക്കാം, ഇതിന് കുറച്ച് അടുത്തേക്ക് ഇരിക്കാം, അല്ലെങ്കിൽ തിരിച്ച് ഈ കാർബണിന്റെ അടുത്തേക്ക് വരാം. സോ ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ പറ്റി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. മെയിൻ ആയിട്ട് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വലിയ ഇൻഫ്ലുവൻസ് ഉള്ള എഫക്റ്റ് അല്ല. നമ്മുടെ മീസോമറിക് എഫക്റ്റ് പോലെ, ഹൈപ്പർ കോൺജുഗേഷൻ പോലെ, റെസണൻസ് എഫക്റ്റ് പോലെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള എഫക്റ്റ് അല്ല ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. എങ്കിലും നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളിൽ അതിനെ അപ്ലൈ ചെയ്യാം. ആസിഡ് ബേസ് കെമിസ്ട്രിയിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അതിനെ ഇവിടെ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. സോ നമുക്ക് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഒന്ന് നോക്കാം. മെയിൻ ആയിട്ട് നിങ്ങൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റിന്റെ ഡെഫിനിഷനോ അതിന്റെ ഡീറ്റെയിൽസോ വേറെ വലിയ കാര്യങ്ങളോ ഒന്നും നമുക്ക് പഠിക്കണ്ട. നമുക്ക് നോക്കേണ്ടത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് രണ്ട് ടൈപ്പിലുണ്ട്. നിങ്ങൾക്ക് അതറിയാം, പ്ലസ് ഐ ഇഫക്റ്റും മൈനസ് ഐ ഇഫക്റ്റും ആണ്. എന്താണ് പ്ലസ് ഐ ഇഫക്റ്റ്, എന്താണ് മൈനസ് ഐ ഇഫക്റ്റ് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ അറിയണം. ഇപ്പോ കാർബൺ ഒരു ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതില് ഈ ഗ്രൂപ്പിൽ നിന്നെല്ലാം ഇലക്ട്രോൺസിനെ, ഇവിടുന്നെല്ലാം ഇലക്ട്രോൺസിനെ ഈ ഗ്രൂപ്പ് ജീന്നിട്ടിരിക്കുന്ന ഈ ഗ്രൂപ്പ് ഇങ്ങോട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ശരിക്കും വിളിക്കുന്നത് മൈനസ് ഐ ഇഫക്റ്റ് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ്. ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ്, വിഡ്രോയിങ് എഫക്റ്റ്, അല്ലെങ്കിൽ ഇതിനെ മൈനസ് ഐ എഫക്റ്റ് എന്ന് വിളിക്കും. മൈനസ് ഐ എഫക്റ്റ്. ഇത് ഇങ്ങോട്ട് ഇലക്ട്രോൺസിനെ പിടിച്ചെടുക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ എന്തായിരിക്കും, ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായിരിക്കും. അതെന്നുവെച്ചാൽ ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസിനെ എല്ലാം ഇത് എന്ത് ചെയ്യും, ഇങ്ങോട്ട് പിടിച്ചെടുക്കും. അപ്പൊ ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും. അത് ആ ഇലക്ട്രോൺസ് വരുന്ന വഴിയുണ്ടോ, സിഗ്മ ബോണ്ടിലൂടെയാണ് ഇലക്ട്രോൺസ് വരുന്നത്. ഇവിടെ പാർഷ്യൽ നെഗറ്റീവും കിട്ടും, ഇവിടെ എന്ത് കിട്ടും, പാർഷ്യൽ പോസിറ്റീവും കിട്ടും. ഓക്കെ, ഇവിടെ ചെറിയൊരു പോസിറ്റീവ് കിട്ടും, ഇവിടെ കുറച്ചുകൂടെ കുറവായിരിക്കും കിട്ടുന്ന പോസിറ്റീവിന്റെ അളവ്, ഇവിടെ കുറച്ചുകൂടെ കുറവായിരിക്കും കിട്ടുന്ന പോസിറ്റീവിന്റെ അളവ്, ഇവിടെ തീരെ കുറവായിരിക്കും. അതായത് ഡിസ്റ്റൻസ് കൂടുന്തോറും ഇൻഡക്റ്റീവ് എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കുറയും. ആ ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, ഈ മൈനസ് ഐ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ഇവിടുത്തെ കാർബണിലൊക്കെ വളരെ കുറവായിരിക്കും. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കാർബൺ ഈ ഗ്രൂപ്പ് വരുന്ന ബോണ്ട് ഉണ്ടല്ലോ, ഇവിടെ ഒരു പ്ലസ് ചാർജും ഇവിടെ മൈനസ് ചാർജും പെർമനന്റ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഇത് ഇവിടെ ശരിക്കും ഉണ്ടാകുന്ന ഒരു പെർമനന്റ് പൊളാരിറ്റി ആണ്, അല്ലെങ്കിൽ പെർമനന്റ് ഡൈപോൾ ആണ്.
എന്നാൽ ഇവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ഡൈപോളാണ്. ഇൻഡ്യൂസ്ഡ് ഡൈപോളാണ്. കാര്യം എന്താ, ഇവിടുന്ന് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ എപ്പോഴും ഈ അടുത്ത് നിൽക്കുന്ന ആൾക്ക് എപ്പോഴും പാർഷ്യൽ പോസിറ്റീവ് ഉണ്ടാവും, ഇതിന് എപ്പോഴും പാർഷ്യൽ നെഗറ്റീവ് ഉണ്ടാവും. ആ ഇൻഫ്ലുവൻസ് കൊണ്ട് അത് ഇൻഡ്യൂസ് ചെയ്യിക്കുന്നതാണ് ഇവിടുത്തേക്ക് പോസിറ്റീവ് ചാർജസ്. ഓക്കെ, അപ്പോൾ ഒരു മൈനസ് ഇഫക്റ്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യുന്ന ഗ്രൂപ്പാണ്. ഏത് വഴി? സിഗ്മ ബോണ്ടിലൂടെ ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് മൈനസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പുകൾ ആരൊക്കെ വരാം. മോർ ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പ്സ് എല്ലാം മൈനസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, മൈനസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പ് എല്ലാം മോർ ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പ്സ് എല്ലാം മൈനസ് ഐയിൽ വരും. ഫോർ എക്സാമ്പിൾ NH2 ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ്, NR2 ഗ്രൂപ്പ് നൈട്രജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. NH C ഡബിൾ ബോണ്ടോ R ഗ്രൂപ്പ് മൈനസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പുകളാണ്. OH ഗ്രൂപ്പ്, OR ഗ്രൂപ്പ്, അതുപോലെ OC ഡബിൾ ബോണ്ടോ R ഗ്രൂപ്പ്, ദാറ്റ് ഈസ് എസ്റ്റർ ഗ്രൂപ്പ്. ഇത് എസ്റ്റർ ഗ്രൂപ്പ്, ഈതർ ഗ്രൂപ്പ്, ആൽക്കഹോൾ ഗ്രൂപ്പ്, ഓക്കെ, ഹൈഡ്രോക്സി ഗ്രൂപ്പ്. Then halogens, fluorine, chlorine, bromine, iodine. Then NO2, അതുപോലെ NO ഗ്രൂപ്പ്, അതുപോലെ C ഡബിൾ ബോണ്ട് OX, COCl, COBr അങ്ങനെയുള്ളത്. ആൽഡിഹൈഡ് ഗ്രൂപ്പ്, അതുപോലെ കീറ്റോണിക് ഗ്രൂപ്പ്, C ഡബിൾ ബോണ്ടോ CH3 വരുന്ന കീറ്റോണിക് ഗ്രൂപ്പ്, C ഡബിൾ ബോണ്ടോ OR, ദാറ്റ് ഈസ് എസ്റ്റർ ഗ്രൂപ്പ്. പിന്നെ ആൽകൈൻസ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്, അതുപോലെ സയനൈഡ്, നൈട്രൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും, സൈനോ ഗ്രൂപ്പ്, അതുപോലെ C ഡബിൾ ബോണ്ട് C, ദാറ്റ് ഈസ് ആൽക്കീൻസ്. ഇതെല്ലാം എന്താണ്? മൈനസ് ഐ ഗ്രൂപ്പ്സ് ആണ്. ഈ ഗ്രൂപ്പ്സ് എല്ലാം മൈനസ് ഐ ആണ്. കാര്യം ഇവിടെയൊക്കെ എന്തുണ്ട്? ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് വരുന്നുണ്ട്. കാർബൺ ഇലക്ട്രോനെഗറ്റീവ് ആണോ? കാർബൺ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണോ? ഞാൻ പറഞ്ഞു ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് വരുന്നുണ്ട്. വരുന്ന ആൾക്കാരെല്ലാം മൈനസ് ഐ ആണെന്ന് പറഞ്ഞു. കാർബൺ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണോ? അല്ല. പക്ഷേ കാർബൺ sp2 അല്ലെങ്കിൽ sp ഹൈബ്രിഡൈസേഷൻ ആകുമ്പോഴത്തേക്കും അത് മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു. ഓക്കെ, അതാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ C ട്രിപ്പിൾ ബോണ്ട് C, C ഡബിൾ ബോണ്ട് C അതിൽ വരും. C സിംഗിൾ ബോണ്ട് C വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് എല്ലാം എന്താണ്? മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്നു എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാനായിട്ട് പറ്റും. ഓക്കെ, കാര്യം കാർബൺ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കാർബൺ ഇലക്ട്രോനെഗറ്റീവ് ആണോ? ആണ്, കാർബൺ ഇലക്ട്രോനെഗറ്റീവ് ആണ്. കാര്യം എന്താ? ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, ഇത് sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്, പിന്നെ ഇവിടെ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അവയ്ക്ക് ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് പ്ലസ് ഐ ഇഫക്റ്റിലേക്ക് പോവാം. പ്ലസ് ഐ ഇഫക്റ്റ്, പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ഞാൻ ഇതിന്റെ ഡെഫിനേഷൻ ഒന്നും പറഞ്ഞില്ല. ഇതൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ആണ്. അത് തന്നെയാണ് ഡെഫിനേഷൻ ഇതിന്റെ. ഇതൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ആണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വരുന്നത്? അപ്പോൾ ഒരു ഗ്രൂപ്പുമായിട്ടാണ് കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഈ ഗ്രൂപ്പ് ഇലക്ട്രോൺ കൊടുക്കാൻ താല്പര്യമുള്ള ഗ്രൂപ്പാണ് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺസിനെ കൊടുക്കും. ഈ ഗ്രൂപ്പിന് അപ്പോൾ എന്ത് വരും? ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വരും, ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് വരും. ഓക്കെ, ഇവിടെയാണെങ്കിൽ കുറച്ചുകൂടെ കുറച്ചായിരിക്കും ആ നെഗറ്റീവ് കിട്ടുന്നത്. ഡെൽറ്റയുടെ എണ്ണം കൂടുന്തോറും നെഗറ്റീവിന്റെ അളവ് കുറയുന്നു എന്നാ മീനിങ്. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയുന്നു എന്നാ മീനിങ്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ കുറവായിരിക്കും, ഇവിടെ കുറച്ചുകൂടെ കുറവായിരിക്കും കിട്ടുന്നത്, ഇവിടെ വളരെ വളരെ കുറവായിരിക്കും ആ നെഗറ്റീവിന്റെ ഇൻഫ്ലുവൻസ് കിട്ടുന്നത്. അതായത് അതിന്റെ മീനിങ് ഇതാണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഒരുപാട് ഡിസ്റ്റൻസിലേക്കൊന്നും ഓപ്പറേറ്റ് ചെയ്യപ്പെടില്ല, തൊട്ടടുത്തൊക്കെയാണ് കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ അപ്പുറത്തേക്കൊക്കെ ശരിക്കും ഈ ഒരു ഇഫക്റ്റ് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, ദെൻ പ്ലസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പ് ഏതൊക്കെയാണ്? അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പ്ലസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്. ആൽക്കൈൽ ഗ്രൂപ്പ്സ് പ്ലസ് ഐ കാണിക്കുന്നതാണ്. ഓക്കെ, അത് ഏതൊക്കെയാ? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും CH3 വരാം, C2H5 വരാം, ദാറ്റ് ഈസ് ആൽക്കൈൽ ഗ്രൂപ്പ് എല്ലാം വരാം, C3H7 വരാം, എക്സെട്ര എക്സെട്ര. ഓക്കെ, ഇതെല്ലാം എന്താണ്? പ്ലസ് ഐ കാണിക്കുന്നതാണ്. രണ്ട്, ഫസ്റ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. സെക്കൻഡ് ഐസോടോപ്സ്, എസ്പെഷ്യലി ഹൈഡ്രജന്റെ ഐസോടോപ്സ്. ഹൈഡ്രജൻ ഒരു പരിധിവരെ പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ആളാണ്. ഡ്യൂട്ടീരിയം പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ആളാണ്. ട്രിഷ്യം പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ആളാണ്. സോ ഐസോടോപ്സ് പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ആൾക്കാരാണ്. മൂന്ന്, സിലിക്കൺ കോമ്പൗണ്ട്സ്, എസ്പെഷ്യലി സിലിക്കൺ ഡെറിവേറ്റീവ്സ്. സിലിക്കോൺ ഡെറിവേറ്റീവ്സ് പ്ലസ് ഐ കാണിക്കുന്ന ആളാണ്. SiR3 പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ആളാണ്. ഓക്കെ, സിലിക്കോൺ ഡെറിവേറ്റീവ്സ് പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ആൾക്കാരാണ്, അതായത് ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്കാരാണ്. ഫോർത്ത്, നെഗറ്റീവ് ചാർജ് വരുന്ന ഗ്രൂപ്പ്സ്.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CH2 മൈനസ് പ്ലസ് ഇഫക്റ്റ് കാണിക്കും. കാര്യം നെഗറ്റീവ് ചാർജ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ റിച്ച് ആണ്, അതിനെ കൊടുക്കാനായിട്ട് പറ്റും. ദെൻ ഓക്സിജൻ മൈനസ്, O മൈനസ്, ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. ഓക്കെ, O മൈനസ് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഇലക്ട്രോൺ റിച്ച് ആവും. അതെന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. ത്രൂ സിഗ്മ ബോണ്ട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് അതിന് പറ്റും. അതുപോലെ NH മൈനസ്. സോ മൈനസ് ചാർജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് വരും? പ്ലസ് ഐ ഇഫക്റ്റ് വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്ലസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ. പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ്സ് ഇതൊക്കെയാണ്. അപ്പൊ മൈനസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ്സിനെ പറ്റിയും ഞാനിപ്പോൾ പറഞ്ഞു. ഓക്കെ, ഇനി പ്ലസ് ഐ ഇഫക്റ്റിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇപ്പൊ ഇതിൽ തന്നെ ഹൈഡ്രജൻ കാണിക്കുന്നുണ്ട്, ഡ്യൂട്ടീരിയം കാണിക്കുന്നുണ്ട്, ട്രിഷ്യം കാണിക്കുന്നുണ്ട്. ഇതിൽ ഏതിനാണ് പ്ലസ് ഐ ഇഫക്റ്റ്? ഇപ്പൊ എല്ലാം പ്ലസ് ഐ ഇഫക്റ്റ് ആണ്. ആർക്കാണ് ഈ പ്ലസ് ഐ ഇഫക്റ്റ് ഇതിൽ കൂടുതൽ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളത്? ഇതിൽ ആരാണ്? അതുപോലെ ആൽക്കൈൽ ഗ്രൂപ്പ്സിൽ CH3 ഉണ്ട്, C2H5 ഉണ്ട്, C3H7 ഉണ്ട്. ഇതിൽ ആർക്കാണ് പ്ലസ് ഐ ഇഫക്റ്റ്? കൂടുതൽ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇത് നമുക്ക് എപ്പോഴും ഇതിലേക്ക് നമ്മൾ പഠിക്കാൻ പോവാറില്ല. ഇതുവരെ പഠിക്കും, ഈ എക്സാമ്പിൾസ് വരെ സാധാരണ എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, അതിൽ തന്നെ ഐസോട്ടോപ്പ് ഒന്നും നിങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ടാവില്ല. സോ നമുക്ക് ഇവരെ ഒന്ന് കമ്പയർ ചെയ്യുകയും വേണം. അതായത് സ്ട്രെങ്ത് ഓഫ് പ്ലസ് ഐ ഇഫക്റ്റ്, സ്ട്രെങ്ത് ഓഫ് പ്ലസ് ഐ ഇഫക്റ്റ്, സ്ട്രെങ്ത് ഓഫ് പ്ലസ് ഐ ഇഫക്റ്റ്. പ്ലസ് ഐ നമുക്ക് ആദ്യം പറയാം, എന്നിട്ട് മൈനസ് ഐയിലേക്ക് പോകും. പ്ലസ് ഐ ഇഫക്റ്റിന്റെ സ്ട്രെങ്ത് എങ്ങനെ വരും? ഫസ്റ്റിലെ അതിൽ ഞാൻ ഐസോടോപ്സിനെ പറയാം. ഐസോടോപ്സ്, ഐസോടോപ്സിൽ നമ്മൾ പറഞ്ഞ ഐസോടോപ്സ് ആരൊക്കെയാ? ഹൈഡ്രജൻ, ദാറ്റ് ഈസ് H11, പ്രോട്ടിയം എന്ന് പറയും. നെക്സ്റ്റ് ഡ്യൂട്ടീരിയം D21, നെക്സ്റ്റ് ട്രിഷ്യം, ദാറ്റ് ഈസ് T31. ഓക്കെ, ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ്, മുമ്പ് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ പഠിക്കുന്ന സമയത്ത് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഈസ് റിലേറ്റഡ് ടു ബോണ്ട് ലെങ്ത്. ഓക്കെ, റേഡിയസ് ഓർ ബോണ്ട് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 that is inversely proportional to mu. Mu is a reduced mass. R is a radius. Radiusum mu is a reduced mass. Reduced mass എന്ന് വെച്ചാൽ മാസ്. ഓക്കെ, വെയിറ്റ്, അതിന്റെ മാസ് എടുത്താൽ മതി, ആ ആറ്റത്തിന്റെ മാസ്. അതും റേഡിയസും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റേഡിയസ് എന്ന് വെച്ചാൽ ബോണ്ട് ലെങ്ത് ആയിട്ട് പരിഗണിക്കുക. എന്ന് വെച്ചാൽ മാസ് കൂടിയ ആൾക്കാർക്ക് ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. മാസ് കൂടിയ ആൾക്കാർക്ക് ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. ഇതിൽ ആർക്കാണ് മാസ് എന്ന് പറയുന്നത് കൂടുതൽ? ടോട്ടലി മാസ് കൂടുതൽ ആർക്കാണ്? ഇപ്പൊ പ്രോട്ടിയം ഉണ്ട്, ഡ്യൂട്ടീരിയം ഉണ്ട്, ഓക്കെ, ട്രിഷ്യം ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് H12, D12, T13. ഓക്കെ, ദെൻ ഇതിൽ ആർക്കാ മാസ് കൂടുതൽ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഓക്കെ, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഐസോടോപ്സ് അല്ലേ, സോ സെയിം ആണ്. മാസ് നമ്പർ കൂടി വരും. ഓക്കെ, ഇതിന് H11, D12 ആൻഡ് T13. ആർക്കാ മാസ് കൂടുതൽ? മാസ് കൂടിയ ആൾക്കാർക്ക് റെഡ്യൂസ്ഡ് മാസ് കൂടുതലായിരിക്കും, റേഡിയസ് കുറവായിരിക്കും, ദാറ്റ് ഈസ് ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. ഇപ്പോൾ കാർബണുമായിട്ട് കണക്ട് ചെയ്ത് ട്രിഷ്യം വന്നിരിക്കുന്നു, ട്രിഷ്യത്തിനാണ് മാസ് കൂടുതൽ. ഓക്കെ, അപ്പൊ ഏറ്റവും ബോണ്ട് ലെങ്ത് കുറവ് ആർക്കായിരിക്കും? C, ട്രിഷ്യം ആയിരിക്കും. ഓക്കെ, ബോണ്ട് ലെങ്ത് കുറവ് ഇവിടെ ആയിരിക്കും. ഇനി അതിനേക്കാളും കുറച്ചുകൂടെ മാസ് കുറവാണ് ആർക്ക്? ഡ്യൂട്ടീരിയത്തിന്. അപ്പൊ അതിന് മാസ് കുറയുന്ന സമയത്ത് റേഡിയസ് കുറച്ചുകൂടെ ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കും ഡ്യൂട്ടീരിയത്തിന്. നെക്സ്റ്റ് അതിനേക്കാളും കുറച്ചുകൂടെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്ന കൂടുതലായിരിക്കും ആർക്ക്? ഹൈഡ്രജനുമായിട്ട്, പ്രോട്ടോണുമായിട്ട്, പ്രോട്ടിയുമായിട്ട്. ദാറ്റ് ഈസ്, നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഒന്ന് പരിഗണിച്ചാലേ നിങ്ങൾ തന്നെ പറയാം, നിങ്ങൾക്ക് തന്നെ ഇപ്പൊ തന്നെ മനസ്സിലാവും ഇതിൽ ആർക്കായിരിക്കും പ്ലസ് ഐ ഇഫക്റ്റ്. നമ്മളിപ്പോ പഠിക്കുന്ന ഇതൊക്കെ ട്രിഷ്യം, ഡ്യൂട്ടീരിയം, പ്രോട്ടിയം ഒക്കെ പഠിക്കുന്ന എന്തിനാ? പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ആൾക്കാരുടെ കേസിലാണ്. ആർക്കായിരിക്കും പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതൽ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. തൊട്ടടുത്ത് നിൽക്കുന്നവരാ? CT ബോണ്ട് തൊട്ടടുത്താ. അപ്പൊ അടുത്ത് നിൽക്കുന്ന ആൾക്ക് പെട്ടെന്ന് നമുക്കൊരു സാധനം കൊടുക്കാൻ പറ്റുമല്ലോ. പെട്ടെന്ന് ഇലക്ട്രോൺസിന് ഈ ട്രിഷ്യത്തിന് കാർബണിലേക്ക് കൊടുക്കാം. അപ്പൊ പ്ലസ് ഐ ഇഫക്റ്റ് കൂടും. പ്ലസ് ഐ ഇഫക്റ്റും ബോണ്ട് ലെങ്ത്തും തമ്മിൽ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി ആണ്. ബോണ്ട് ലെങ്ത് കുറയുന്ന സമയത്ത് പ്ലസ് ഐ ഇഫക്റ്റ് കൂടും.
ഓക്കെ. അപ്പൊ ട്രിഷ്യമായിട്ടാണ് ബോണ്ട് ലെങ്ത് വളരെ കുറവ്. അപ്പൊ ട്രിഷ്യമായിട്ട് ബോണ്ട് ലെങ്ത് കുറവെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ കാർബണിലേക്ക് ഇലക്ട്രോൺസിനെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്ലസ് ഇഫക്റ്റ് ഏറ്റവും കൂടുതൽ ഈ കൂട്ടത്തിൽ ആർക്കാ? പ്ലസ് ഇഫക്റ്റ് ഏറ്റവും കൂടുതൽ ആർക്കാ? ട്രിഷ്യത്തിനാണ്. അത് കഴിഞ്ഞാൽ ആർക്കാ? ഡ്യൂട്ടീരിയത്തിന്. അത് കഴിഞ്ഞാൽ ഏതാ? ആർക്കാ? പ്രോട്ടിയത്തിന്. അപ്പൊ പ്ലസ് ഇഫക്റ്റിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇതാണ്. ഏറ്റവും കൂടുതൽ ട്രിഷ്യം. ഓക്കെ, ട്രിഷ്യമാണ് മോർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ടെൻഡൻസി ഉള്ളത്. അതിന്റെ കാരണം എന്താ? അവിടെ ബോണ്ട് ലെങ്ത് കുറവാണ്. ഓക്കെ, ബോണ്ട് ലെങ്ത് കുറയാൻ കാരണം എന്താ? ഈ ഫോർമുല റേഡിയസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെഡ്യൂസ്ഡ് മാസ്. ഓക്കെ, നമ്മൾ ഇതേ കാര്യം ഹൈപ്പർ കോൺജുഗേഷനിൽ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ പഠിക്കുന്നത് എങ്ങനെയാണ്? നേരെ തിരിച്ചാണ്. ഹൈപ്പർ കോൺജുഗേഷന്റെ ഓർഡർ, ഇപ്പൊ പ്ലസ് എച്ച് മീൻസ് ഹൈപ്പർ കോൺജുഗേഷൻ, അതിന്റെ ഓർഡർ ഏറ്റവും കൂടുതൽ ആർക്കാ? പ്രോട്ടിയത്തിനാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ് ഡ്യൂട്ടീരിയത്തിനും, അത് കഴിഞ്ഞ് ട്രിഷ്യത്തിനും. കാരണം എന്താ? ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് വെച്ചാൽ ഈ ബോണ്ട് ബ്രേക്കിംഗ് ആണ്. ബ്രേക്ക് ചെയ്യാൻ എളുപ്പം ഏതാ? ബോണ്ട് ലെങ്ത് കൂടുമ്പോഴാണ് അത് ബ്രേക്ക് ചെയ്യാനുള്ള എളുപ്പം വരും. സോ ബ്രേക്ക് ചെയ്യാൻ ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോൺസിനെ സിഗ്മ ബോണ്ടിലൂടെ കൊടുക്കുകയല്ല, അവിടെ സിഗ്മ ബോണ്ട് എന്ത് ചെയ്യുവാണ്? ബ്രേക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ സോ അതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവിടെ ബ്രേക്ക് ചെയ്യാൻ എളുപ്പം ഏതില്ല? ഇപ്പൊ സി എച്ച് ബോണ്ട് വരുന്ന കേസിലാണ്. അപ്പൊ അവിടെ ഹൈപ്പർ കോൺജുഗേഷന്റെ കേസിലാണെങ്കിൽ ദേ ഈ ഒരു ഓർഡർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഹൈഡ്രജന് വരുന്ന കേസിലാണ് ഏറ്റവും കൂടുതൽ. നമ്മളവിടെ പഠിച്ചിട്ടുള്ളതുമാണ്. ഹൈപ്പർ കോൺജുഗേഷന്റെ കേസിൽ ഓർഡർ തിരിഞ്ഞു വരും. പക്ഷെ ഇൻഡക്റ്റീവ് വെക്ടറിന്റെ കേസിൽ ട്രിഷ്യമാണ് മോർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ടെൻഡൻസി ഉള്ളത്. ഇനി ഇതിപ്പോ പഠിക്കുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താ? ഈ ഓർഡർ ഒക്കെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗമുള്ളത്? ഓക്കെ, എക്സാമിന് ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഫൈൻഡ് ദ സ്റ്റേബിൾ ഇന്റർമീഡിയറ്റ്. ഫൈൻഡ് ദ സ്റ്റേബിൾ ഇന്റർമീഡിയറ്റ്. സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർമീഡിയറ്റിനെ ഇതിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഫസ്റ്റ് തന്നിട്ടുണ്ട് ട്രിഷ്യം. നെക്സ്റ്റ് സിയുമായിട്ട് എഴുതിയ ഡ്യൂട്ടീരിയം. ദെൻ അത് കാർബണിൽ പ്ലസ് ഉണ്ട്, കാർബോക്കേറ്റോൺ ആണ് ഇന്റർമീഡിയറ്റ്. നെക്സ്റ്റ് പ്രോട്ടിയം, ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തേക്കുന്നത്. സോ ഇതിൽ ഏതാണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോക്കേറ്റോൺ? ഇറ്റ് ഈസ് എ, ബി, സി. പരിഗണിക്കേണ്ടത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പരിഗണിക്കുക. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എപ്പോഴാണ് കാർബോക്കേറ്റോൺ മോർ സ്റ്റേബിൾ ആവുന്നത്? മോർ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജിന്റെ അളവ് കുറയും. പോസിറ്റീവ് ചാർജിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് മോർ സ്റ്റേബിൾ ആവും. ചാർജിന്റെ അളവ് കുറയുമ്പോഴാണ് ഒരു ഇന്റർമീഡിയറ്റ് മോർ സ്റ്റേബിൾ ആകുന്നത്. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. ഇവിടെ പ്ലസ് ഐ എഫക്റ്റ് കൂടുന്ന സമയത്ത് പ്ലസ് ഐ എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ കാർബോക്കേറ്റോൺ സ്റ്റെബിലിറ്റി കൂടും. കാർബോക്കേറ്റോൺ സ്റ്റെബിലിറ്റി കൂടും. കാർബോക്കേറ്റോൺ സ്റ്റെബിലിറ്റി കൂടും. പ്ലസ് ഐ എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ കാർബോക്കേറ്റോൺ സ്റ്റെബിലിറ്റി കൂടും. ഇവിടെ ആർക്കാ പ്ലസ് ഐ എഫക്റ്റ് കൂടുതൽ? നോക്ക്, നമ്മളിപ്പോൾ പറഞ്ഞു ട്രിഷ്യത്തിനാണ് പ്ലസ് ഐ എഫക്റ്റ് കൂടുതൽ. കാര്യം അതാണ് കുറച്ചുകൂടി ഇതുമായിട്ട് അടുത്ത് നിൽക്കുന്നത്, ബോണ്ട് ലെങ്ത് കുറവ്. അപ്പൊ ആർക്കാ പ്ലസ് ഐ എഫക്റ്റ് കൂടുതൽ? എക്കാണ് പ്ലസ് ഐ എഫക്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ. അപ്പൊ ഇതിന് കൂടുതൽ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, എഫക്റ്റീവായിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഈ പോസിറ്റീവിന്റെ അളവൂടെ നന്നായിട്ട് കുറവായിരിക്കും. അപ്പൊ ഇത് എ ബി സി നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഓർഡർ എന്ത് വരും? എ ആണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ്, ഏതിനേക്കാളും? ബി യെക്കാളും, ദെൻ സി. ഓക്കെ, സോ സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റ് നമുക്ക് ഇത് വെച്ചിട്ട് പറയാൻ പറ്റും. അതുപോലെ നമുക്ക് റിയാക്ടിവിറ്റി ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്. ഇപ്പൊ ഈ ഐസോടോപ്സ് വരുന്ന കാർബണൈൽ കോമ്പൗണ്ട്, അതിന്റെ റിയാക്ടിവിറ്റി നമുക്കിത് വെച്ചിട്ട് പറയാൻ പറ്റും. റിയാക്ടിവിറ്റി ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്. റിയാക്ടിവിറ്റി ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്. ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ഈ ഐസോടോപ്പിനെ വെച്ചിട്ട് അതിന്റെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കമ്പയർ ചെയ്തിട്ട് പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? ഞാനിപ്പോ ഒരു കോമ്പൗണ്ട് എടുക്കുകയാണ്, സി ഡബിൾ ബോണ്ടോ ആൻഡ് ഡ്യൂട്ടീരിയം. ഓക്കെ, ഇതൊരു ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യുവാണ്. ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇത് എ കാർബൺ, ഇറ്റ് ഈസ് ബി കാർബൺ. എന്തായാലും ഇത് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്ന എവിടെ? ഇലക്ട്രോഫിലിക് സെന്ററിലാണ്.
ഇലക്ട്രോഫിലിക് സെന്റർ രണ്ടെണ്ണം ഉണ്ട്. ഈ കാർബൺ ഉണ്ട്, ഇതുണ്ട്. കാര്യം എന്താ, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഇവിടെ പോസിറ്റീവ് വരും. ഇവിടെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഇവിടെ പോസിറ്റീവ് വരും. സോ എവിടെയായിരിക്കും ആ കാർബോ കാറ്റയോണിൽ പോസിറ്റീവിന്റെ അളവ് കൂടുതൽ, അതായിരിക്കും മോർ റിയാക്റ്റീവ്. എവിടെയായിരിക്കും പോസിറ്റീവിന്റെ അളവ് കൂടുതൽ, അതായിരിക്കും മോർ റിയാക്റ്റീവ്. എപ്പോഴും ഈ കൺസെപ്റ്റ് ആലോചിച്ചോണം, എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ള ആലോചിച്ചോണം. ഇവിടെ മോർ സ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് അല്ല ചോദിച്ചത്, റിയാക്ടിവിറ്റി ഓഫ് കാർബണൈൽ കോമ്പൗണ്ട് ആണ്. വിച്ച് കാർബണൈൽ ഈസ് മോർ റിയാക്റ്റീവ് എന്ന് വെച്ചാൽ ലെസ് സ്റ്റേബിൾ. ഓക്കെ, അപ്പോ ഇത്ര ചിന്തിക്കുക. ഇതിപ്പോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, പ്ലസ് ചാർജ് കിട്ടുന്നു, ഇത് ഷിഫ്റ്റ് ചെയ്യുന്നു, പ്ലസ് ചാർജ് കിട്ടുന്നു. എവിടെയാണോ പ്ലസ് കൂടുതൽ അവിടെ ആയിരിക്കും ഇത് അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഡ്യൂട്ടീരിയം വരുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പ്ലസ് ഐ ഇഫക്റ്റ് മോർ ആണ്. കാര്യം എന്താ, ഡ്യൂട്ടീരിയം ബോണ്ട് ലെങ്ത് കുറവാണ്, പ്ലസ് ഐ ഇഫക്റ്റ് മോർ ആണ്, ഒരുപാട് ഇലക്ട്രോൺസിനെ കൊടുക്കും. ഇവിടുത്തെ പോസിറ്റീവിന്റെ അളവ് എന്ന് പറയുന്നത് കുറവായിരിക്കും. പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഹൈഡ്രജൻ ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അവിടെ ഡ്യൂട്ടീരിയം കൊടുക്കുന്നതിന് അത്ര ഇലക്ട്രോൺസിന് ഇതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ആയിരിക്കും പോസിറ്റീവിന്റെ അളവ് കൂടുതൽ, അവിടെ ആയിരിക്കും ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത്. സോ ഇവിടുത്തെ റിയാക്ടിവിറ്റി ഓഫ് കാർബണൈൽ കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആരാണ് മോർ റിയാക്റ്റീവ്? റിയാക്ടിവിറ്റിയുടെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ആരായിരിക്കും മോർ റിയാക്റ്റീവ്? എ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ബി. ഓക്കെ, എ ആയിരിക്കും ബി യെക്കാളും മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നിങ്ങളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. സെയിം ക്വസ്റ്റ്യൻ തന്നെ, ജസ്റ്റ് ഞാനൊന്ന് അതിന്റെ ലെങ്ത് ഒന്ന് കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഡ്യൂട്ടീരിയം, അതുപോലെ ഡബിൾ ബോണ്ട് ഓ. ഓക്കെ, ഇറ്റ് ഈസ് എ ആൻഡ് ബി. CH3 മൈനസ് ആൻഡ് CH3 മൈനസ് NGR പ്ലസ് NGBr പ്ലസ്, അതായത് CH3 NGBr. ക്രിഗ്നാണ് റിയേജന്റ് റിയാക്ട് ചെയ്യുന്നത്. എയിലാണോ ബിയോ ആയിട്ടായിരിക്കും മോർ റിയാക്ടിവിറ്റി? ആരുമായിട്ടായിരിക്കും? ഇവിടെ മോർ റിയാക്റ്റീവ് ആരായിരിക്കും? പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഏറ്റവും കൂടുതലുള്ള എവിടെയാ? എയിലായിരിക്കും. കാര്യം എന്താ, ഇവിടെ ഹൈഡ്രജൻ പ്രോട്ടിയോൺ, ഇവിടെ ഡ്യൂട്ടീരിയം ആണ്. ഡ്യൂട്ടീരിയം ഭയങ്കര നല്ല കൂടുതലായിട്ടുള്ള പ്ലസ് ഇഫക്റ്റ് കാണിക്കുന്നതാണ്, പോസിറ്റീവിന്റെ അളവ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്ക് പറയാം എ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ബി. അപ്പൊ ഇവിടെ എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നത്? CH3 വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യും, ഇവിടെ മേളിൽ മൈനസ് ആൻഡ് OH കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഇത് വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും. സോ ഇതുപോലെ റിയാക്ടിവിറ്റി നമുക്ക് പറയാനായിട്ട്, കമ്പയർ ചെയ്യാനായിട്ട് ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ചിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ ഐസോടോപ്പിന്റെ സ്ട്രെങ്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് കൂടെ നമുക്കൊന്ന് പറയാം. സ്ട്രെങ്ത് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്, സ്ട്രെങ്ത് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്, ആൽക്കൈൽ ഗ്രൂപ്പ്സ്, സ്ട്രെങ്ത് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഓക്കെ, നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആണ്. നമ്പർ ഓഫ് കാർബൺ ആണ്. കാർബണിന്റെ എണ്ണം കൂടുന്തോറും പ്ലസ് ഐ ഇഫക്റ്റ് കൂടും. നമ്പർ ഓഫ് കാർബൺ കൂടുന്തോറും എന്ത് ചെയ്യും? പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് പറയുന്നത് കൂടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 3 കാർബൺ ഉള്ള ഒരു ഗ്രൂപ്പ് വന്നിരിക്കുന്നു, CH2 CH2 CH3. ഓക്കെ, അതിനേക്കാളും സ്ട്രെങ്ത് കുറവായിരിക്കും CH2 CH3ക്ക്, അതിനേക്കാളും സ്ട്രെങ്ത് കുറവായിരിക്കും CH3ക്ക്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് കാർബൺ ഇൻക്രീസ് ചെയ്യുന്തോറും അവിടെ പ്ലസ് ഐ ഇഫക്റ്റിന്റെ സ്ട്രെങ്ത് കൂടും. ഇനി സപ്പോസ് സെയിം നമ്പർ ഓഫ് കാർബൺ തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിലോ അവിടെ നിങ്ങൾ നോക്കേണ്ടത് ബ്രാഞ്ചിങ് ആണ്. ഓക്കെ, ബ്രാഞ്ചിങ് ഇൻക്രീസ് ചെയ്യുന്തോറും, ബ്രാഞ്ചിങ് എന്ന് പറയുന്ന ഉള്ള ഹൈഡ്രോ കാർബൺസിന് എന്തായിരിക്കും? ലീനിയർ കാർബണിനെക്കാളും, ലീനിയർ ഹൈഡ്രോ കാർബൺസിനെക്കാളും പ്ലസ് ഐ കൂടുതലായിരിക്കും. അതായത് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിന് ലീനിയറിനെക്കാളും പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതലായിരിക്കും. ഇപ്പൊ 3 കാർബൺ വരുന്ന തന്നെ ഇപ്പൊ 2 രീതിക്ക് ഞാൻ അറേഞ്ച് ചെയ്തേക്കുക. CH2 CH2 CH3. ഇറ്റ് ഈസ് N പ്രൊപ്പൈൽ, നോർമൽ പ്രൊപ്പൈൽ എന്ന് പറയും. ഇതേ 3 കാർബൺ വരുന്നതിന് തന്നെ ഇത് ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, CH3 ആൻഡ് CH3. ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിൽ ആർക്കാർക്കും മോർ പ്ലസ് ഐ ഇഫക്റ്റ് ഉള്ളത്? ഓക്കെ, 3 പേർക്ക് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ നമ്പർ ഓഫ് കാർബൺ നോക്കി കഴിഞ്ഞാൽ 3 പേർക്കും, ഈ 2 പേർക്കും 3 കാർബൺ വെച്ചിട്ടാണുള്ളത്.
നെക്സ്റ്റ് ബ്രാഞ്ചിങ് നോക്കുക. ബ്രാഞ്ചിങ് കൂടിയ ആൾക്കാർക്കും പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതൽ. സോ ബ്രാഞ്ചിങ് കൂടുതൽ ആർക്കാ? ഇതിനാണ്. സോ ഇതിന് മോർ പ്ലസ് ഐ ഉണ്ടാവും. ഓക്കെ. അതുപോലെ ഇപ്പോ 4 കാർബൺ വരുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ CH2 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 CH3. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് N ബ്യൂട്ടൈൽ. അതുപോലെ ഞാൻ ഇതിന്റെ ഒരു ഐസോമറിക് ഫോം എഴുതുവാണ്. CH3 CH3 CH3. ഇറ്റ് ഈസ് കോൾഡ് ടെർട്ട് ബ്യൂട്ടൈൽ അല്ലെങ്കിൽ ടെർഷറി ബ്യൂട്ടൈൽ എന്ന് പറയും. ടെർട്ട് ബ്യൂട്ടൈൽ. ഇതിൽ ഏതിനാണ് പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതൽ? ഡെഫിനറ്റ്ലി ഇവിടെ ആർക്കാണ്? ടെർട്ട് ബ്യൂട്ടൈലാണ്. കാര്യം എന്താ? രണ്ടിടത്തും കാർബണിന്റെ എണ്ണം സെയിം ആണ്, പക്ഷെ ബ്രാഞ്ചിങ് കൂടുതൽ എവിടെയാ? ടെർട്ട് ബ്യൂട്ടൈലാണ്. സോ ഇതിനാണ് പ്ലസ് ഐ ഇഫക്റ്റ് ഹൈ. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റ്സ്. പ്ലസ് ഐ ഇഫക്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റ്സ് എന്ന് പറയാൻ പറ്റും? നമ്മൾ ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കേസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതെന്തിന്റെ കേസിലാണ് പറഞ്ഞത്? ഐസോട്ടോപ്പിന്റെ കേസിലാണ് പറഞ്ഞത്. ആൽക്കൈൽ ഗ്രൂപ്പ് പരിഗണിക്കുന്ന സമയത്ത് സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റ്സ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കേസിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ശ്രദ്ധിക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാം. CH3 CH2 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 മൈനസ്. ഇതൊരു കാർബാനയോൺ ആണ്, ശ്രദ്ധിച്ചോളൂ. CH3 CH3 CH2 മൈനസ്. ഓക്കെ, ഇത് കാർബോ കാറ്റോൺ അല്ല, കാർബാനയോൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലസ് ഐ എഫക്റ്റ് കൂടുന്തോറും ഇലക്ട്രോൺ ഡൊണേഷൻ കൂടും. ഇലക്ട്രോൺ ഡൊണേഷൻ കൂടിക്കഴിഞ്ഞാൽ കാർബോ കാറ്റോണിന്റെ സ്റ്റെബിലിറ്റി കൂടും. കാര്യം എന്താ? പ്ലസ് ഐ ഇവിടെ ഇപ്പൊ പ്ലസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? ഇവരിങ്ങോട്ട് ഇലക്ട്രോണിന് കൊടുക്കുന്ന സമയത്ത് ആ പ്ലസിന്റെ അളവ് കുറഞ്ഞേനെ, അതിന്റെ സ്റ്റെബിലിറ്റി കൂടിയേനെ. അതായത് പ്ലസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യുന്തോറും അല്ലെങ്കിൽ പ്ലസ് ഐ ഇഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്തോറും കാർബോ കാറ്റോൺ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കൂടും. അത് കാർബോ കാറ്റോൺ സ്റ്റെബിലിറ്റി ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, പ്ലസ് ഐ എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കാർബോ കാറ്റോൺ സ്റ്റെബിലിറ്റി. കാർബോ കാറ്റോൺ സ്റ്റെബിലിറ്റി. ഓക്കെ, എന്നാൽ മൈനസ് ഐ ആണെന്നുണ്ടെങ്കിലോ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കാർബോ കാറ്റോൺ സ്റ്റെബിലിറ്റി. കാർബോ കാറ്റോൺ സ്റ്റെബിലിറ്റി. ഓക്കെ, ഇപ്പൊ മൈനസ് ഐ ഇഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? കാർബോ കാറ്റോൺ സ്റ്റെബിലിറ്റിയെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കാര്യം എന്താ? ഒരു മൈനസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ മൈനസ് ഐ ഇഫക്റ്റ് പറഞ്ഞിട്ടില്ല, ഞാൻ ടോട്ടലി ഒന്ന് പറഞ്ഞ് വെക്കുവാണ്. ഇവിടെ പ്ലസ് ഐ ഇഫക്റ്റ് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി മൈനസ് ഐ ഇഫക്റ്റ് ഇവിടെ സപ്പോസ് കാർബോ കാറ്റോൺ ആണ്, ഇവിടെ മൈനസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസിനെ മൊത്തം അത് പിടിച്ചുകൊണ്ട് പോകും. അപ്പൊ എന്ത് ചെയ്യും? ആ പോസിറ്റീവിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ പറഞ്ഞ കാർബോ കാറ്റോൺ സ്റ്റെബിലിറ്റിയെ പറ്റിയാണ്. ഇനി കാർബാനിയോൺ സ്റ്റെബിലിറ്റിയോ? അതാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. പ്ലസ് ഐ ഇഫക്റ്റ് ആണെങ്കിൽ ഇതിന്റെ നേരെ തിരിച്ചാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കാർബാനിയോൺ സ്റ്റെബിലിറ്റി. കാർബാനിയോൺ സ്റ്റെബിലിറ്റി. മൈനസ് ഐ ആണെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കാർബാനിയോൺ സ്റ്റെബിലിറ്റി. കാർബാനിയോൺ സ്റ്റെബിലിറ്റി. അതെന്താ കാര്യം കാർബാനിയോൺ എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ് ചാർജിന്റെ അളവ് കുറഞ്ഞാലാണ് അത് സ്റ്റേബിൾ ആവുന്നത്. പക്ഷേ ഇവിടെ ഇപ്പൊ പ്ലസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇവൻ എന്താ ചെയ്യുന്നത്? ഇങ്ങോട്ട് ഇലക്ട്രോണിനെ കൊടുക്കുക ചെയ്യുന്നത്. ഇതും ഇങ്ങോട്ട് ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇതും ഇങ്ങോട്ട് ഇലക്ട്രോണിനെ കൊടുക്കുക ചെയ്യുന്നത്. അത് ആര് കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. അപ്പൊ രണ്ടുപേരും ഇലക്ട്രോണിനെ കൊടുക്കുക ചെയ്യുന്നത്. ഇലക്ട്രോണിനെ കൊടുത്താൽ ഇതിന്റെ അളവ് വീണ്ടും കൂടത്തേ ഉള്ളൂ. കൂടിയാൽ അത് മോർ അൺസ്റ്റേബിൾ ആവും. അപ്പോ ഏതാ സ്റ്റേബിൾ? കാർബാനിയോൺ. ലെസ് ആയിട്ടുള്ള പ്ലസ് ഐ ഇഫക്റ്റ് കുറഞ്ഞ ആളാണ് മോർ സ്റ്റേബിൾ കാർബാനിയോൺ. അപ്പൊ ഇതിൽ ഏതാണ് സ്റ്റേബിൾ? കാർബാനിയോൺ. എവിടെയാണോ പ്ലസ് ഐ ഇഫക്റ്റ് കുറവ് അതാണ് മോർ സ്റ്റേബിൾ കാർബാനിയോൺ. ഇനി ആലോചിച്ച് നോക്കുക, എവിടെയാ പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതൽ? ബ്രാഞ്ചിങ് കൂടിയാൽ പ്ലസ് ഐ ഇഫക്റ്റ് കൂടുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ ബ്രാഞ്ചിങ് കൂടുതൽ ഇവിടെയാണ്. ഇവിടെയാണ് പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതൽ എന്ന് വെച്ചാൽ ഇവനാണ് മോർ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും. അത് ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള കാർബാനിയോൺ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് പ്ലസ് ഐ ഇഫക്റ്റ് കൂടുന്ന സമയത്ത് കാർബാനിയോൺ സ്റ്റെബിലിറ്റി കുറയുന്നു. ഓക്കെ,
അപ്പൊ ഇവിടെ പ്ലസ് ഐ ഇഫക്റ്റ് കുറവാണ്. കാര്യം ബ്രാഞ്ചിങ് ഇല്ല, ഇവിടെ ലീനിയർ ആണ്, ലീനിയർ ചെയിൻ ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അവിടെ പ്ലസ് ഐ ഇഫക്റ്റ് കുറവാണ്. സോ കാർബൺ സ്റ്റെബിലിറ്റി ഇതിനേക്കാളും കൂടുതൽ ഇതിലാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാനും കൂടെ അറിയണം ഇവിടെ. ഓക്കെ, സോ ഇത് ഇത്രയും നമ്മൾ ഈ പ്ലസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പ്സിനെ പറ്റി ക്ലിയർ ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫക്ട്സിനെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഈ എഫക്റ്റുകളെ നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ കമ്പാരിസൺ ഒക്കെ ഞാൻ അടുത്ത ക്ലാസ്സിലായിട്ട് ഞാൻ പറയാം. ഓക്കെ, തൽക്കാലം ഇപ്പോൾ ഈ ക്ലാസ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.